أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا وتقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ 26ാമത്തെ ജുസയിലേക്ക് കടക്കുകയാണ്. ഇനി വേഗത്തിൽ പോകണം. 4 ജുസും കൂടി നമുക്ക് പൂർത്തിയാക്കാണ്ട് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അപ്പം മക്കയിലാണ് നമ്മൾ ആദ്യത്തെ സൂറത്തുൽ അഹ്ഖാഫ്. ഓക്കെ, സൂറത്തുൽ അഹ്ഖാഫിന്റെ ആളുകൾ അത് മക്കയിലാണ് അവതരിച്ചത്. മണൽ ഭൂമികളാണ് അഹ്ഖാഫ്. അതിന്റെ അർത്ഥം അതാണ്. അഹ്കാഫിന്റെ ആളുകൾ എന്ന് പറഞ്ഞത് മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകൾ ഉണ്ടാക്കിയ അഹ്കാഫിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അവരാണ് മക്കയിലാണ് അവതരിച്ചത്. 35 വചനങ്ങളാണുള്ളത്. മദിനിയാണെന്നും പറയുന്നുണ്ട്. ഇനി പറയുന്ന സൂറത്തുകളൊക്കെ അധികം മദിനി സൂറത്തുകളായിരിക്കും കേട്ടോ. ഇതുവരെ നമ്മൾ മക്കി സൂറത്തുകളാണ് കൂടുതലും പഠിച്ചത്. ഇനി മദിനി സൂറത്തുകളാണ്. സൂറത്തുൽ മുഹമ്മദാണ് അടുത്തത്. സൂറത്തുൽ മുഹമ്മദും മദീനി സൂറത്താണ്. 38 ആയത്തുകളാണുള്ളത്. പിന്നുള്ളത് സൂറത്തുൽ ഫത്ഹാണ്. സൂറത്തുൽ ഫത്ഹും മദിനി സൂറത്താണ്. സൂറത്തുൽ ഫത്ഹ് പിന്നെ സൂറത്തുൽ ഫത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഹിജ്റ 6ാമത്തെ വർഷത്തില്, അതായത് പിന്നെ ദുൽഖഅദ് മാസത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങുമ്പോഴും വഴിമധ്യത്തിൽ വെച്ച് അവതരിച്ച സൂറത്താണ്. ഓക്കെ, അത് പിന്നെ മദിനി സൂറത്തായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഇതിനെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് ഒരു യാത്രയിലായിരുന്നു. ഞങ്ങൾ തിരുമേനിയോടുള്ള ഒരു കാര്യം ചോദിക്കുകയുണ്ടായി. 3 പ്രാവശ്യം ചോദിച്ചിട്ടും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടും നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കിട്ടിയില്ലല്ലോ, നീ നബിയെ വിഷമിപ്പിച്ചുവല്ലോ എന്ന് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി. എന്റെ കാര്യത്തിൽ വല്ല വഹിയും വന്നേക്കുമോ എന്ന് ഭയവും തോന്നി. അങ്ങനെയിരിക്കെ അതാ ഒരു വിളി. ഞാൻ വീണ്ടും ഭയപ്പെട്ടുകൊണ്ട് മടങ്ങിച്ചെന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട്. ഈ ലോകത്തെക്കാളും അതിലുള്ള വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണത്. അതായത് ഈ സൂറത്തുൽ ഫത്ഹിന്റെ ആയത്തിന്റെ ആദ്യത്തെ ഭാഗം അദ്ദേഹം ഓതിക്കേൾപ്പിച്ചു എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഹദീസ് ഇതിനെ കുറിച്ചുള്ളത് മുആവിയത്ത് ഇബ്നു ഖുറയിൽ നിന്നുള്ള മുആവിയത്ത് ഇബ്നു ഖുറയിൽ നിന്നുള്ളതാണ് ഈ ഒരു ഹദീസ്. മക്ക വിജയത്തിന്റെ അന്ന് യാത്രയിൽ വാഹനപ്പുറത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സൂറത്തുൽ ഫത്ഹ് നീട്ടി ഓതുകയുണ്ടായി. ആളുകൾ നമ്മുടെ അടുക്കൽ തടിച്ചു കൂടുമെന്ന് ഭയമില്ലായിരുന്നുവെങ്കിൽ തിരുമേനിയുടെ ആ ഓത്തിന്റെ മാതിരി ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്കും ഒച്ചത്തിലായിരിക്കും ഓതിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആളുകൾ ഓടിക്കൂടും എന്ന് ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഹുദൈബിയ സന്ധി ഈ അധ്യായത്തിന്റെ ഹുദൈബിയ സംഭവത്തിന്റെ പല വശങ്ങളെക്കുറിച്ചും പ്രസ്താവിക്കുന്നത് കൊണ്ട് തന്നെ ആ സംഭവത്തിന്റെ ചുരുക്കം അറിയുന്നത് നല്ലതാണ്. അതാണ് സഹാബികൾ ഒന്നിച്ച് മസ്ജിദുൽ ഹറാമിലെ മക്കയിലെ പള്ളിയിൽ പ്രവേശിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണുകയാണ്. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം അറിയാലോ. നബിമാരുടെ സ്വപ്നം എന്ന് പറയുന്നത് നുബൂവത്തിന്റെ 54 ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ സത്യമായിരിക്കുന്നത് നുബൂവത്ത് എന്ന് പറയുന്നത് തന്നെ മൂജിസത്താണ് അല്ലെ, അത് അത്ഭുതങ്ങളാണ്. അപ്പൊ ആ അത്ഭുതത്തിന്റെ മാതിരി തന്നെയാണ് സ്വപ്നങ്ങളും. എന്താണ്, അതൊക്കെ സംഭവിക്കുന്ന സ്വപ്നങ്ങളാണ് കാണുക. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കയില് ഹറമിന്റെ ഉള്ളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ കയറുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് സ്വപ്നത്തിൽ കാണാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും അറിയാലോ, അവിടുന്ന് പിന്നെ ഹിജ്റ വന്നിട്ട് മദീനയിൽ ജീവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചിഞ്ഞ് മക്കയിലേക്ക് പോകുക എന്ന് പറയുന്നത് അവർക്ക് സാധ്യമല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാണ് തിരിച്ച് ഹറമിലേക്ക് പ്രവേശിച്ചതായിട്ട്. അതും എങ്ങനെയാണ്, ഉംറ കർമ്മം ചെയ്യുന്നതായിട്ട്, അതായത് ഉംറന്റെ വസ്ത്രം ധരിച്ചിട്ടാണ് അവര് കയറുന്നതായിട്ട് അവർ കാണുന്നത്. അപ്പൊ അതായത് അവര് പിന്നെ ഉംറക്ക് കയറി ചെല്ലുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെ
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിയ്യത്ത് ചെയ്തിട്ട് സഹാബികൾ 1400 പര സഹാബികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവരൊന്നിച്ച് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഖുറൈശികളിൽ നിന്ന് തടസ്സം നേരിട്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ഉൾനാട്ടുകാരായ അറാബികളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഖുറൈശികളെ ഭയന്നിട്ട് അവരൊന്നും ഒപ്പം കൂടിയില്ല എന്നാണ്. അപ്പൊ അത്രയും പ്രയാസമാണ് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അത്രയും ആളുകളെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നത്. അങ്ങനെ പിന്നെ യുദ്ധ യുദ്ധ സാധനങ്ങളൊന്നും കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു. കാരണം ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോകുകയെന്ന രീതിയിൽ തന്നെയാണ് എന്താണോ സ്വപ്നത്തിൽ കണ്ടത് അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടത്. ഒക്കെ അങ്ങനെ അസ്ഫാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശികൾ തങ്ങളെ തടയുവാൻ വേണ്ടിയിട്ട് വട്ടം കൂടുന്നതായിട്ടും ഒരു സൈന്യം പുറപ്പെട്ടതായിട്ടും അറിവ് കിട്ടുകയാണ് ഇവരെ തടയാൻ വേണ്ടിയിട്ട് ഖുറൈശികൾ വരുന്നുണ്ടെന്ന്. അപ്പൊ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ വഴി കൂടി പിന്നെ മക്കയിലേക്ക് വീണ്ടും പുറപ്പെട്ടു എന്നാണ്. ഓക്കെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകം അത് പിന്നെ ഖസ്വാക്ക് എന്നാണ് അതിന്റെ ഒട്ടകത്തിന്റെ പേര്. ഓക്കെ, അപ്പം ആ ഒട്ടകം പിന്നെ നടക്കാതായി എന്നുള്ള ആളുകൾ പറയാൻ തുടങ്ങി. അതായത് അത് പോകുന്നില്ല, യാത്ര മുന്നോട്ട് പോകുന്നില്ല എന്ന്. ഓക്കെ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് സമ്പ്രദായമില്ലാത്തതാണ്. ആനയെ തടഞ്ഞു വെച്ചവൻ അതിനെ തടഞ്ഞു വെച്ചതാണ്. അതായത് ആന കലഹം അറിയാലോ, പിന്നെ മക്കയെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറപ്പെട്ട സംഘമായിരുന്നു ആനകളുടെ ഒരു സംഘം. എന്നിട്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പിന്നെ പക്ഷികളെ അയച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ആനകളെ തടഞ്ഞവൻ, അതായത് അന്ന് ആനയെ തടഞ്ഞ ആ റബ്ബ് ഇന്ന് എന്റെ ഒട്ടകത്തെ തടഞ്ഞിരിക്കുകയാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഖുറൈശികളെങ്ങാനും വന്നിട്ട് പിന്നെ മക്കയിലേക്ക് വരാൻ പാടില്ല, അതായത് അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിച്ചു കൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഖുറൈശികൾ എന്നെ ക്ഷണിച്ചാല് ഞാനത് സമ്മതിക്കാതിരിക്കുകയില്ല എന്ന്. അതായത് നിങ്ങള് അതായത് പിന്നെ ഈ ഒട്ടകത്തെ തടഞ്ഞവന് എന്നോട് അവിടേക്ക് പോകണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുറൈശികള് അഥവാ ഇനി സന്ധിക്ക് വന്നിട്ട് എന്നോട് സന്ധി ചെയ്തിട്ട് അവിടേക്ക് വരരുതെന്ന് പറഞ്ഞാൽ ഞാൻ അത് അനുസരിക്കും എന്ന്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ്, ഒട്ടകം മുന്നോട്ട് പോകുന്നില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇപ്പം മക്കയിലേക്ക് പോകാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഓക്കെ, അപ്പം മക്കയിൽ നിന്നും അല്പം നാഴിക അകലെ ഹുദൈബിയ എന്ന കിടക്കിനരികെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി. ഖുറൈശികൾ ആളയച്ച് അവരുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന് അന്വേഷിച്ചു. ഓക്കെ, ഉംറ കർമ്മം മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. പക്ഷെ ഖുറൈശികൾ പറഞ്ഞത് ഇതായിരുന്നു: മുഹമ്മദ് അവന്റെ സൈന്യത്തോടു കൂടി നമ്മുടെ ഇടയിൽ വന്ന് ഉംറ പ്രവേശിക്കുകയോ നാം അവനുമായി സമരത്തിലായിരിക്കെ അവൻ ഇങ്ങനെ ബലമായി പ്രവേശിച്ചത് അറബികൾ കേൾക്കുമല്ലോ, അതുകൊണ്ട് നാം ഉള്ള കാലം അത് സംഭവിക്കാൻ പോകുന്നില്ല. അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവും കൂടി സഹാബികളും 1400ഓളം ആളുകളുണ്ടല്ലോ, അവരൊന്നിച്ച് മക്കയിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഖുറൈശികൾക്ക് അത് കുറച്ചിലാണെന്ന്. കാരണം പിന്നെ ഖുറൈശികൾക്കെതിരെ വിജയം നേടിയതായിട്ട് ആളുകൾ വ്യാഖ്യാനിക്കും വരും തലമുറകളിൽ. അതുകൊണ്ട് നമ്മളത് സമ്മതിച്ചു കൊടുക്കൂല എന്ന് ഖുറൈശികൾ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉംറ ചെയ്യാൻ സമ്മതം കൊടുക്കൂല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്ക് മക്കയിലേക്ക് അയച്ചു. ഓക്കെ, അങ്ങനെ മക്കയിൽ ചെന്നപ്പം അതായത് കുറെ ആളുകളെ അവിടെ വിട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പിന്നെ മദീനയിലേക്ക് ഹിജറ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, ദുർബലരായ സത്യവിശ്വാസികൾ എന്ന്. അതായത് ഹിജറ പോകാതെ നിന്ന ആളുകളുണ്ട്. നല്ല സത്യവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊരു പേടി, മക്കയിൽ നിന്ന് പുറത്തു പോകാൻ പേടിച്ചിട്ട് അവര് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവര്. അപ്പൊ അവരെ അടുത്ത് ചെന്നിട്ട് പിന്നെ അവർക്ക് സമാധാനം നൽകാൻ വേണ്ടിയിട്ട്, കാരണം അവരിപ്പോഴും പ്രയാസം അനുഭവിക്കുന്നുണ്ട് മക്കയില്. പക്ഷെ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ വരാത്തത് കൊണ്ട് തന്നെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഒറ്റയ്ക്ക് അയച്ചു എന്നാണ്. അവരെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പിന്നെ ഹുദൈബിയ എന്ന
സ്ഥലത്ത് സ്തംഭടിക്കുകയും പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ മാത്രമായിക്കൊണ്ട് മക്കയിലേക്ക് അയക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്ഥിതി വിശേഷങ്ങൾ അറിയാനും കൂടിയായിട്ട് അങ്ങനെ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അഭയം നൽകിയതനുസരിച്ചായിരുന്നു അദ്ദേഹം പോയത്. അപ്പൊ അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹത്തിന് അവിടെ മക്കയിൽ സഹായം നൽകി എന്നാണ്. അദ്ദേഹം പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിനെ പിന്നെ കാരണം മക്കയിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കാബയെ തവാഫ് ചെയ്യണം, അത് നിർബന്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കാത്ത കൊണ്ട് അദ്ദേഹം തവാഫ് ചെയ്തില്ല. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കണം. മക്കയിൽ എത്തിയിട്ടും മക്ക കാബ ഷരീഫ് മുന്നിൽ കണ്ടിട്ടും അദ്ദേഹം എന്ത് ചെയ്തില്ല? അദ്ദേഹം തവാഫ് ചെയ്തില്ല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയാണ്. അതാണ് അതിനെയാണ് നമ്മൾ പറയേണ്ടത് ബയ്യത്ത് ചെയ്യാൻ. അതായത് റസൂലിന് നമ്മൾ ഒരു നമ്മൾ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല എന്നാണ്. അള്ളാഹു പോലും അത് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കാരണം കഅബ ഷരീഫ് ആരുടേതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. റസൂലിനെ മുൻകടന്നുകൊണ്ട് മറികടന്നുകൊണ്ട് അവരൊന്നും ചെയ്യൂല എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത് നമ്മളൊക്കെ. അപ്പൊ ഖുർആനും ഹദീസും എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ നിൽക്കേണ്ടതാണ്. അല്ലാതെ ഖുർആൻ മാത്രം ഒന്നായിട്ടും ഹദീസ് വേറെ ആയിട്ടും ഹദീസ് എടുക്കേണ്ടതില്ല, ഖുർആൻ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങള് അത് കുഴപ്പമില്ല, അത് സുന്നത്തല്ലേ എന്നൊക്കെ പറയുന്നവര് നമുക്കിടയിൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അതിലപ്പുറത്തേക്ക് ദീനിൽ മറ്റൊന്നില്ല. കാരണം നമുക്ക് നമ്മുടെ ദീന് കാണിച്ചു തന്നത്, നമ്മളെ ദീനിലേക്ക് നയിച്ചത്, അതിനുവേണ്ടി പരിശ്രമിച്ചത്, അതിനുവേണ്ടി പ്രയാസം അനുഭവിച്ചത് ഒക്കെ നമ്മുടെ റസൂലാണ്. അപ്പൊ റസൂലിനെ മറികടന്നുകൊണ്ടല്ല ദീനില് ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും റസൂലിന്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് തന്നെ ചെയ്യണം. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ ആളുകള് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ താടി വളക്കാത്തതും അതുപോലെ തന്നെ ഞെരിയാണിക്ക് താഴെ മുണ്ട് വെച്ച് മടക്കി വലിച്ചഴിച്ച് നടക്കുന്നവരൊക്കെ എപ്പോഴും നമുക്കിടയിലുണ്ട് അല്ലെ. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അത് കാണാം. അതൊക്കെ നമ്മുടെ റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണ്. അത് നമ്മുടെ ചിഹ്നത്തിൽ പെട്ടതാണ്. നമ്മുടെ ദീനിന്റെ ചിഹ്നമാണ് അതൊക്കെ. താടി വെക്കുക എന്ന് പറയുന്നതും ഞെരിയാണിക്ക് മുകളിൽ നമ്മളെ വസ്ത്രത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നതൊക്കെ നമ്മള് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിന്റെ ബാധ്യതയിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു കുറച്ചിലായിക്കൊണ്ടും അതൊരു അപമാനമായി കൊണ്ടൊക്കെ കാണുന്ന ആളുകളാണ് നമുക്കിടയിലൊക്കെ. അതൊന്നും ഫാഷന് ചേരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആളുകൾ നടക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കാണിച്ചത് അത് തന്നെയാണ് ലോകാവസാനം വരെ നമ്മുടെ ഫാഷന്. അതിലപ്പുറത്തേക്ക് ഒരു ഫാഷനൊന്നും ദുനിയാവിലില്ല. അതിനേക്കാളും വലുതായിട്ടൊന്നും ദുനിയാവിലൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റസൂലിനെ അതേപോലെ, റസൂൽ എന്താണോ കാണിച്ചത്, റസൂല് വലത്തോട്ട് തിരിഞ്ഞിട്ടാണോ നടന്നത്, വലത്തോട്ട് തിരിയുക. റസൂല് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണോ നടന്നത്, ഇടത്തോട്ട് തിരിയുക. റസൂല് നിന്നോ അവിടെ നിൽക്കുക. റസൂല് സംസാരിക്കാൻ കൽപ്പിച്ചോ നമ്മൾ സംസാരിക്കുക. റസൂല് മിണ്ടരുത് എന്ന് പറഞ്ഞോ മിണ്ടാതിരിക്കുക. ഇത് നമ്മുടെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച അനുഗ്രഹമാണ്. ശരിക്കും അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. കാരണം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരാളെ പിന്നെ ഒരാളെ നോക്കിക്കണ്ടുകൊണ്ട് അയാൾ കാണിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ദുനിയാവിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം എവിടെയാണെങ്കിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കും ഒക്കെ ഒരു പരിധിവരെ മാത്രമേ എപ്പോഴും എന്തുള്ളൂ, അതൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് എന്താ? നമ്മൾ കോപ്പി ചെയ്യണം അല്ലെ. നമ്മൾ ലോകത്ത് മുഴുവനും എന്താ ചെയ്യുന്നത്? മറ്റൊരാൾ ചെയ്തതിനെ നമ്മൾ കോപ്പി ചെയ്യണം. നമ്മുടേതായിട്ട് സ്വന്തമായിട്ട് ഒരു അഭിപ്രായങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ അത് വളരെ ചുരുക്കമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മറ്റുള്ള ഒരാൾ ചെയ്തതിനെ അതിനെ കോപ്പി ചെയ്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ വിവാഹങ്ങളായാലും നമ്മളെ കുടുംബത്തിലെ പരിപാടികളായാലും ഒക്കെ മറ്റൊരാൾ ചെയ്തതിന് കോപ്പി ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റസൂല് കാണിച്ചു തന്നത് നമ്മുടെ ചര്യയായിട്ട് ഉണ്ടായിരിക്കെ നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. റസൂൽ അത് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയാണ് റസൂൽ ചെയ്തത്. റസൂൽ അന്ന് അവിടുന്ന് ഇങ്ങനെയാണ് ചെയ്തത്, ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ പറയുന്നത് എന്നാണ് മുസ്ലിം ഉമ്മത്ത്, അന്നേ മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് വർദ്ധിക്കുള്ളൂ. മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അവന് റസൂലിനെ ചര്യയെ അങ്ങനെ തന്നെ പിൻപറ്റണം. അവൻ അങ്ങനെ തന്നെ പിൻപറ്റി ആ ഒരു രീതിയിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്നാണോ റസൂലിന്റെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബയ്യത്ത് ചെയ്യുന്നത്, അന്ന് മുതലാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമായിട്ട് മാറുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹം അവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്.
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ അവിടെ തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്ത മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചു. അതായത് മുസ്ലിങ്ങൾ അവിടെ ഹുദൈബിയയിൽ അവിടെ കാത്തു നിൽക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പരക്കുന്നത്. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന് എല്ലാവരും എന്ത് ചെയ്തു? അവര് ബയ്യത്ത് ചെയ്തു. അതായത് അവിടെ വെച്ചിട്ട് പ്രതിജ്ഞ നടത്തിയെന്നാണ്. ഒരു വൃക്ഷത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുക്കുകയാണ്, റസൂലെ നിങ്ങൾ യുദ്ധത്തിന് പോകുകയാണെങ്കിൽ ഞങ്ങളിതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ആ വൃക്ഷത്തിന്റെ ഉണ്ടായ ഇതാണ് എന്ത് അങ്ങനെ ആ ബയ്യത്ത് കേട്ടതോട് കൂടിയിട്ട് ഖുറൈശികൾക്ക് ഭയമായി എന്നാണ്. അതായത് അവര് ഒരു പ്രാവശ്യം പിന്നെ യുദ്ധം നടന്നതാണ് സഹാബികളോടൊപ്പം. അന്ന് അവർ അനുഭവിച്ചതാണ് എന്ത് നശിപ്പിക്കപ്പെട്ടത് അവർ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധത്തിന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് ഭയമായി എന്നാണ്. ഓക്കെ, അതായത് ഈ ഒരു പിന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ഇവര് നടത്തിയ ഈ പിന്നെ പ്രതിജ്ഞ ഉണ്ടല്ലോ, ആ വൃക്ഷത്തിനെ പിന്നീട് ആളുകൾ ആരാധിക്കാൻ തുടങ്ങിയെന്നാണ്. നമ്മുടെ നാട്ടിലും നമ്മൾ ഒരു നന്മയിൽ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ട് ആളുകൾ അതിനെ പിന്നീട് എന്താക്കും, ആരാധ്യ വസ്തുക്കളാക്കിയിട്ട് മാറ്റുന്ന ഒരു പരിപാടി നമ്മുടെ നാടുകളിൽ ഉണ്ട്. അത് അവർക്ക് കിട്ടേണ്ട ഒരു പിന്നെ ഒരു അറിവാണ്, ഒരു ഇൽമാണ് എന്ത്, അത് ചെയ്യാൻ പാടില്ല എന്നതിന്. അതായത് അങ്ങനെ പിന്നെ ആ വൃക്ഷച്ചുവടിന് വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിജ്ഞ ചെയ്തു എന്നതുകൊണ്ട് തന്നെ പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ആളുകൾ അതിന്റെ ചുവട്ടിൽ വന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അത് ഒരു പുണ്യ വൃക്ഷമാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ചെയ്യൽ തുടങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത് അത് വെട്ടിക്കളഞ്ഞു, ആ വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞു എന്നാണ്. ഈവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ചുവട്ടിൽ വെച്ചാണ് കൈ കൊടുത്തിരുന്നത്, വാക്ക് കൊടുത്തത് എന്നൊക്കെ അറിയാം എന്നുണ്ടെങ്കിലും ആ വൃക്ഷത്തിനെ വെട്ടിക്കളഞ്ഞു. കാരണം എന്താ, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അതൊക്കെ ഖുറൈശികളുടെ നിർബന്ധ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഖുറൈശികള് പിന്നെ സന്ധി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചിട്ട് സന്ധി ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ യുദ്ധത്തിന് പോകാതെ സന്ധി ചെയ്തു എന്നാണ്. അതായത് ആ സന്ധിയുടെ ചുരുക്കം എങ്ങനെയായിരുന്നു, എന്താണ്, ഈ 4 കൊല്ലം യുദ്ധം ചെയ്യാൻ പാടില്ല പരസ്പരം. ഓക്കെ, അവരുമായിട്ട് ഖുറൈശികളുമായിട്ട് ഒരു 4 കൊല്ലത്തേക്ക് നിങ്ങൾ യുദ്ധം നടത്തരുത് എന്ന് സന്ധി ചെയ്യണം. ഓക്കെ, ഖുറൈശികളിൽ മുസ്ലിങ്ങളുടെ പക്ഷത്തേക്ക് വരുന്നവരെ തിരിച്ചയക്കുക. അതായത് ഖുറൈശികളുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അവർ ഇനി മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല, അവരെ തിരിച്ച് പിന്നെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം എന്നുള്ളത്. ഓക്കെ, എന്നാല് മുസ്ലിങ്ങളിൽ നിന്ന് ഖുറൈശികളിലേക്ക് തിരിച്ചു മടങ്ങണം. അതായത് മുസ്ലിങ്ങളിൽപ്പെട്ടവര് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ച് അയക്കുകയും വേണം. അതായത് മുസ്ലിങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലും എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കരുത്. എന്നാല് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഖുറൈശികളുടെ അടുത്തേക്ക് തിരിച്ചു മടങ്ങും എന്ന് പറഞ്ഞവരെ തിരിച്ച് മടക്കി അയക്കും വേണം, അവരെ തടയാനും പാടില്ല എന്ന്. അടുത്ത കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബികൾക്കും പിന്നെ ഒരു ആയുധവും ഇല്ലാതെ വന്നിട്ട് ഉംറ ചെയ്യാന് അനുവാദം കിട്ടും. അതുപോലെ തന്നെ 3 ദിവസം മക്കയിൽ താമസിക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇരു കക്ഷികളും അവരവരുടെ ഇഷ്ടം പോലെ ആരുമായി സഖ്യം നടത്തുന്നതിന് വിരോധമില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരെങ്കിലും ബയ്യത്ത് കൊടുത്താൽ അതൊക്കെ സ്വീകരിക്കും, അതൊന്നും അവർക്ക് കുഴപ്പമില്ല. അവരുടെ അടുത്തടുത്തുള്ള ഏതെങ്കിലും പിന്നെ സമൂഹങ്ങൾ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബയ്യത്ത് ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല എന്നും അവര് തമ്മിൽ പിന്നെ പിന്നെ സന്ധി ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, മുസ്ലിങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായവർക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം കൊടുക്കാൻ പാടില്ല, അവരെ തിരിച്ച് പിന്നെ ഖുറൈശികളിലേക്ക് തന്നെ മടക്കി അയക്കണം എന്നുള്ളതാണ്. അപ്പം സഹാബികൾക്ക് അത് ഭയങ്കര പ്രയാസമായി. കാരണം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഇങ്ങനെ ഒരു സന്ധി ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്ക് യുദ്ധം ചെയ്യാനുള്ള അത്രയും സൈന്യം ഉണ്ടല്ലോ, 1400ഓളം സഹാബികൾ ഉണ്ടല്ലേ അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യുദ്ധം ചെയ്യാലോ, എന്തിനാണ് റസൂല് ഇങ്ങനൊരു സന്ധിക്ക് വേണ്ടി നിന്നത്. കാരണം 300ഓളം പിന്നെ സഹാബികളുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1400 ആളുകളുമായിട്ട് ചെന്ന് കഴിഞ്ഞാല് യുദ്ധത്തിൽ വിജയിക്കാമല്ലോ എന്നായിരുന്നു
പിന്നെ സഹാബികൾ കരുതുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെയ്ത ബയ്യത്ത്, ഈ ഒരു ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സന്ധി ഖുറൈശികൾക്ക് അല്ല പിന്നെ സഹാബികൾക്ക് തൃപ്തിപ്പെട്ടില്ല. അവര് കാരണം അവര് ഉംറക്ക് ആഗ്രഹിച്ചുകൊണ്ട് വന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉംറ വസ്ത്രത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു എന്തോ ഒരു അപമാനം പോലെ ആയിരുന്നു. ഓക്കെ. പിന്നെ മുസ്ലിങ്ങളായിട്ട് വരുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചയക്കുക? കാരണം അറിയാലോ, ഖുറൈശികൾ അത്രയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് മുസ്ലിങ്ങളെ. മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് തന്നെ അവരെ മണലിൽ കൂടി അവരെ പിന്നെ കാല് പിടിച്ച് പിന്നെ വലിച്ചിഴക്കുകയും അവരെ വെയിലത്ത് കിടത്തി അവരെ ചുട്ടുകൊല്ലണ മാതിരി, അതായത് ആ മണലിലെ വെയിലിൽ കിടത്തിയിട്ട് അവരെ അങ്ങനെ കൊല്ലാക്കൊല ചെയ്തിരുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് തിരിച്ചു മടങ്ങുക എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയില്ല. കാരണം അവരെ കൊല്ലാൻ കൊടുക്കുന്നത് പോലെയാണ് മുസ്ലിങ്ങളെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു പിന്നെ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ തിരിച്ചു അയച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിച്ചു കൊള്ളും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിച്ചു കൊള്ളും. അതുകൊണ്ട് തന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് മറുപടി കൊടുത്തത്, അള്ളാഹു സംരക്ഷിച്ചു കൊള്ളും അവരെന്ന്. അപ്പൊ അതുപോലെ തന്നെ സഹാബികൾക്ക് പിന്നെ സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടല്ലോ ഉംറ ചെയ്യും എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാ എന്തിനാ പിന്നെ തിരിച്ചു മടങ്ങുന്നത്? നമുക്ക് ഉംറക്ക് വേണ്ടിയിട്ട് കയറി ചെല്ലാമല്ലോ എന്നുള്ളതായിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പിന്നെ അത് കിട്ടുമെന്നല്ലേ അള്ളാഹു പറഞ്ഞത്, പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ ഒരു സന്ധി ചെയ്യേണ്ട കാര്യം? അപ്പൊ അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇക്കൊല്ലം തന്നെയാണ് അതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പം അതിന്റെ ഓരോ വാക്കുകളും ഇക്കൊല്ലം തന്നെ നമ്മൾ ഉംറ ചെയ്യും എന്ന് ആണോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പിന്നെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് തലയിൽ കത്തിയത്. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല, ഇക്കൊല്ലം തന്നെ നിങ്ങൾ ഉംറ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ഉംറ ചെയ്യുന്നത് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു എന്നല്ലാതെ അത് ഇപ്പൊ തന്നെ നടക്കും എന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പല സ്വപ്നങ്ങളും അങ്ങനെയാണ്, നമ്മൾ സ്വപ്നങ്ങൾ കാണും, പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെ ഒരുപാട് കൊല്ലക്കാലത്തെ യാത്ര ഉണ്ടാവും ആ സ്വപ്നങ്ങൾക്ക്. നമുക്ക് ഒരു കാണും അത്, പക്ഷെ നമ്മൾ കാണുന്നത് അത് ഇപ്പൊ നടക്കുന്ന പോലെ നമുക്ക് കാണും, പക്ഷെ അത് അത് കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും അത് നമ്മുടെ കൺമുമ്പിൽ കണ്ടെത്തുക. അപ്പൊ നമ്മള് സുബ്ഹാനല്ലാഹ്, നമുക്ക് ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പോലും പറ്റില്ല അതൊന്നും. കാരണം നമ്മൾ കാണുന്ന സമയത്ത്, സ്വപ്നം കാണുന്ന സമയത്ത് നാം നിൽക്കുന്ന ഒരു സ്റ്റേറ്റേ ആയിരിക്കില്ല സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ വേറൊരു രീതിയിലായിരിക്കും അത് കാണുക. പക്ഷെ ആ സംഭവത്തിലേക്ക് നമ്മൾ പിന്നീട് കൊല്ലങ്ങൾ കഴിയുന്തോറും അത് അതിലേക്ക് അടുത്തടുത്തടുത്ത് അതിലേക്ക് ചേർന്ന് വരുമ്പം സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ ഭൂമിയിൽ വിധാനിച്ചതും നമുക്ക് ജീവിതം നൽകിയതും ഒക്കെ അത് മുൻകൂട്ടി എഴുതി രേഖപ്പെടുത്തിയതാണെന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരികയാണ്. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളൊന്നും നമ്മൾ സ്വയം തീരുമാനിച്ചതോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തതോ ഒന്നല്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി ഖൈബിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്തി വെച്ചതാണ്. അതില് ചിലപ്പോൾ നമ്മൾ പ്രയാസത്തിന് മുകളിൽ പ്രയാസമായിട്ട് നിൽക്കുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനം നൽകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വപ്നത്തിൽ കാണിച്ചു തന്നത്. അത് കാണുന്നതോട് കൂടിയിട്ട് നമ്മളെ മനസ്സ് സമാധാനം അടയാണ്. ഈ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ ദിവസം വരും 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 എന്ന് ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെ തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തൊരു പ്രയാസങ്ങൾ വരുമ്പോഴും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നതോടുകൂടി ആ സംഭവം നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമാധാനത്തിന്റെ ഇതിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വപ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിന്നെ മക്കയിൽ വന്ന് ഉംറ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതാണ്. പക്ഷെ അത് ഒരിക്കലും ആ ഒരു ഏത് സമയത്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സന്ധി അവര് ആക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ. അത് ഈ ഒരു സന്ധിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തിരിച്ചു പോരുകയും അടുത്ത കൊല്ലം പോയി ഉംറ കർമ്മം നിർവഹിക്കുകയും ചെയ്തു എന്നാണ്. അതായത് സന്ധി അനുസരിച്ച് അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഉംറക്ക് വരാം എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഉംറക്ക് പിറ്റേ വർഷം പോയി അവര് അങ്ങനെ ഉംറ ചെയ്തു എന്നാണ്.
ആ ഉംറയുടെ പേരാണ് ഉംറത്തുൽ ഖളാ. ഖളാ വീട്ടി എന്നാണ്. കാരണം കഴിഞ്ഞ വർഷം അവർ ആഗ്രഹിച്ച കാര്യം പിറ്റത്തെ വർഷം അവരത് ഖളാ വീട്ടി എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഈ സന്ധി നടന്നത് ഹിജ്റ 6-ാം വർഷത്തിലായിരുന്നു. ഓക്കെ. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഉണ്ടായി നടന്നു. ഈ ഉംറ ഈ ഒരു പിന്നെ സന്ധി ഉണ്ടാക്കിയ സമയത്ത് അവിടെ കുറച്ച് കാര്യങ്ങൾ നടന്നു. കാരണം സഹാബികൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി ഈ സന്ധി നടത്തിയത്. കാരണം അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ശക്തിയുണ്ട്, എന്നിട്ടും നമ്മൾ എന്തിനാണ് ഇങ്ങനെ സന്ധി ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു അവർ. ഓക്കെ. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പിന്നെ തിരിച്ചു മടങ്ങാൻ സഹാബികളെ തയ്യാറായില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് അവിടെ ടെന്റ് കെട്ടിയിട്ട് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുകയാണ്. കാരണം സഹാബികൾ തിരിച്ചു മടങ്ങുന്നില്ല, അവർക്ക് ഉംറക്ക് പോയേ മതിയാവും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഭയങ്കര പ്രയാസത്തിലായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളില്ലാതെ മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാന്റെ ശിക്ഷ ഇറങ്ങും. കാരണം റസൂലിനെ അനുസരിച്ചില്ല എന്നതുകൊണ്ട് സഹാബികൾക്ക് ശിക്ഷ ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. സഹാബികൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു സന്ധി ചെയ്തത്. അവർക്ക് ഇത് വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത. അപ്പം അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ടെന്റിൽ ഇങ്ങനെ ഇരിക്കുമ്പം പ്രയാസപ്പെട്ടിരിക്കുമ്പം അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, റസൂലെ അങ്ങ് പോയിട്ട് തല മുണ്ഡനം ചെയ്യുക. അതായത് പിന്നെ ഉംറക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചു വന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ഉംറയിൽ നിന്നുള്ള വിടുതൽ നടത്തുക, മുണ്ഡനം ചെയ്യുകയും പിന്നെ പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്യുക, പിന്നെ അറവ് നടത്തുക, കൊട്ടകത്തെ അറക്കുകയും ചെയ്യുക. അവരുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു, ഉംറ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യാനുള്ള ഉംറയ്ക്ക് ശേഷം ചെയ്യാനുള്ള പിന്നെ ഒട്ടകത്തിന് അറക്കാൻ ഉള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടകത്തിന് അറക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സഹാബികൾ റസൂലെ നിങ്ങളെ അനുസരിച്ചോളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്യുകയും ചെയ്തപ്പം അത് കണ്ടപ്പോൾ സഹാബികൾ മനസ്സോട് കൂടിയിട്ട് അവരും ആ ഉംറയിൽ നിന്ന് വിടുതൽ നേടുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തിരിച്ചു മടങ്ങുകയാണ് ചെയ്തതൊക്കെ. അതൊരു അത്ഭുതമായിരുന്നു. കാരണം റസൂൽ പറഞ്ഞത് അനുസരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മുകളിലുള്ള ബാധ്യതയാണെന്ന് മറ്റുള്ളവരെ കാണിക്കുക കൂടിയാണ്. റസൂൽ എന്ത് ചെയ്തു അതിനെ അതുപോലെ ചെയ്യുക എന്നുള്ളത് അവിടെ പഠിപ്പിക്കുക കൂടിയായിരുന്നു. അങ്ങനെ അന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ സഹാബികളുമായിട്ടുള്ള ബന്ധം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിൽ നിന്ന് വിടുതലാക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹുവിന് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന് നൽകിയ ഭാര്യമാരെ എന്നുള്ളത് കൂടി നമ്മളവിടെ പഠിപ്പിക്കുകയാണ്. ഓക്കെ. അങ്ങനെ ഇത് പിന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം സന്ധി ഉണ്ടാക്കി ഉംറ ചെയ്തു. പക്ഷെ ഖുറൈശികൾക്കിടയിൽ പല സംഭവങ്ങളും ഉണ്ടായി എന്നാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് സന്ധി പുതുക്കാൻ പറഞ്ഞു എന്നാണ്. കാലം ദീർഘിക്കുക, അതായത് 3 വർഷത്തെയാണല്ലോ ഇതാക്കിയത്, 4-ാം വർഷം ഇത് കഴിയുമല്ലോ ഈ സന്ധി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പുതുക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഖുറൈശികൾക്കിടയിൽ ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളാവാൻ തുടങ്ങി എന്നാണ്. ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പക്ഷെ അവരെ മുസ്ലിങ്ങളാവാൻ തുടങ്ങി എന്നാണ്. ഓക്കെ. ഇങ്ങനെ പിന്നെ പിന്നെ എല്ലാ സ്ഥലത്തേക്കും ഇത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൽ അവസാനം പറഞ്ഞൊരു ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അവരവരുടെ ഇഷ്ടം പോലെ ആരുമായിട്ട് സഖ്യം നടത്താമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നാടുകളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് പകർന്നുകൊണ്ടുള്ള പിന്നെ പിന്നെ കത്തുകൾ അയക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്ലാമിന്റെ പ്രബോധനം എല്ലാ പ്രദേശങ്ങളിലേക്കും എത്താൻ തുടങ്ങി. കിസ്ര, ഖൈസർ തുടങ്ങിയ എല്ലാ നാടുകളിലേക്കും ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുകൾ എത്തിക്കാൻ തുടങ്ങി എന്നാണ്. ഖുറൈശികള് പിന്നെ അങ്ങനെ ഖുറൈശികൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഈ ഒരു ഇത് നീട്ടിക്കിട്ടണം എന്നുള്ള ആഗ്രഹം വരാൻ തുടങ്ങി. അപ്പോത്തിന് എന്തായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികള് പിന്നെ ഖുറൈശികൾ പിന്നെ ഖുറൈശികൾ സന്ധിയിൽ നിന്ന് പിന്നെ ലംഘിക്കുകയാണെന്ന് അറിഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10,000-ഓളം വരുന്ന സഹാബികളെയും കൂട്ടി മക്കയിലേക്ക് പോവുകയും അങ്ങനെ മക്കയില് 10,000-ഓളം വരുന്ന ആളുകളുമായിട്ട് മക്കയിലേക്ക് കയറി ചെന്നപ്പോൾ പിന്നെ ഖുറൈശികൾ ഭയപ്പെട്ടു വീടുകൾക്കുള്ളിൽ ഒളിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കുകയാണ്. അതായത് ഒരു യുദ്ധവും നടക്കാതെ
മക്ക കീഴടക്കുകയും അങ്ങനെ മക്ക വിജയം എന്ന് പറയുന്ന ആ ഒരു ഫത്ഹ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുകയാണ്, വിജയം നടക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഖുറൈശികൾ മുഴുവനായിട്ടും അറബികളും എല്ലാവരും ഇസ്ലാമിനെ കീഴൊതുങ്ങുകയും പിന്നെ അങ്ങനെ മുസ്ലിങ്ങളല്ലാത്തവര് മക്കയിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള നിയമം വരികയും ചെയ്തു. അതാണ് ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞിട്ട് ഒരു സന്ധി ഉണ്ടാക്കിയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഉംറ ചെയ്യാൻ ചെല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തെങ്കിലും ശരിക്കുമുള്ള വിജയം എന്തായിരുന്നു? 10,000-ഓളം വരുന്ന സഹാബികളെയും കൂട്ടി മക്കയിലേക്ക് കയറി ചെല്ലുകയും അങ്ങനെ മക്ക കീഴടക്കുകയും ചെയ്യുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട സ്വപ്നം. അല്ലാതെ ഉംറ ചെയ്യുന്നതായിരുന്നില്ല അവിടെ കണ്ട സ്വപ്നം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക ഒടുക്കി കീഴ്പ്പെടുത്തി കൊടുത്തു എന്നുള്ളതായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. അത് അതെത്തിയ രീതി എങ്ങനെയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും. നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ നമ്മളത് എന്തോ ഒരു നമുക്കൊരു പ്രയാസം തോന്നുമെങ്കിലും നമുക്ക് നമ്മളെ ഉള്ളില് അള്ളാഹുല് തൃപ്തിപ്പെട്ട രീതിയിലാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് നമുക്ക് തന്നെ ആയിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുന്നത്. അത് എന്ത് തന്നെയായാലും എത്ര തന്നെ പ്രയാസപ്പെട്ടാലും അത് അവസാനത്തില് ആ വിജയം വരിക തന്നെ ചെയ്യും. ആ വിജയത്തിനെ ആർക്കും തടുക്കാൻ പറ്റില്ല, ഒരാൾക്കും ദുനിയാവിൽ തടുക്കാൻ പറ്റില്ല. അള്ളാഹുവിൽ നിന്നുള്ള വിജയം നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ദുനിയാവിൽ ഒരാൾക്കും അത് തടുക്കാൻ പറ്റില്ല. സത്യം നമ്മുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ വിജയം വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അൽഹംദുലില്ലാ. അടുത്ത സൂറത്തുൽ ഫുജറാത്ത് ആണ്. സൂറത്തുൽ ഫുജറാത്ത് മദീനയിലാണ്. ഇത് മദീനയിലാണ്. 18 ആയത്തുകളാണ് ഉള്ളത്. സൂറത്തുൽ ഖിതാൽ എന്നും കൂടി ഈ അധ്യായത്തിന് പേരുണ്ട്, അതായത് യുദ്ധത്തിന്റെ അധ്യായം. ഓക്കെ, അതന്നെയല്ല സൂറത്തുൽ ഫത്ഹ്. സൂറത്തുൽ അങ്ങനെ ഈ സൂറത്തില് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ മുഹമ്മദ് ആണ്. അതിൽ യുദ്ധങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് പിന്നെ സൂറത്തുൽ ഫത്ഹ്, അത് വിജയത്തെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വരുന്നുള്ള ഈ അധ്യായമാണ് സൂറത്തുൽ ഫുജറാത്ത്. അവിടെ പിന്നെ എങ്ങനെയാണ് പരസ്പരം പിന്നെ കൂടിച്ചേർന്ന് ജീവിക്കേണ്ടതെന്ന്, അതായത് പിന്നെ സത്യവിശ്വാസികൾ തമ്മിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്നുള്ളതും, എങ്ങനെയാണ് അവരോട് നമ്മൾ സംസാരിക്കേണ്ടതെന്നും, അവരെ എങ്ങനെയാണ് നമ്മൾ പിന്നെ ജീവിതത്തിൽ അനുവാദനം ചെയ്യേണ്ടതെന്നുള്ളതും, പിന്നെ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നേതാവിനെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യത എന്താണെന്നുള്ളതും, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ദേഹത്തെക്കാളും നമ്മുടെ ശരീരത്തെക്കാളും പ്രധാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതും, അതായത് നമ്മൾ നമ്മുടെ ജീവൻ വെടിഞ്ഞിട്ടായാലും നമ്മുടെ റസൂലിനെ സംരക്ഷിക്കണം എന്നുള്ളതും ഒക്കെ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. ഓക്കെ, സൂറത്തുൽ അഹ്സാബിൽ ഇതിനെ പോലത്തെ ഒരു വാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ദേഹത്തെക്കാളും സത്യവിശ്വാസിക്ക് പിന്നെ മുൻപിലാണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് സൂറത്തുൽ ഖാഫാണ്. സൂറത്തുൽ ഖാഫില് മക്കയിലാണ് സൂറത്തുൽ ഖാഫ് അവതരിച്ചത്. ബാക്കിയുള്ളതൊക്കെ ഇപ്പം മദീനയിലാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ സൂറത്തുൽ ഖാഫ് മക്കി സൂറത്താണ്. ഓക്കെ,
പെരുന്നാൾ നമസ്കാരത്തില് നമ്മൾ സൂറത്തുൽ ഖാഫും അതുപോലെ തന്നെ അൽഖമറും ആണ് ഓതാറുള്ളത് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നുള്ള ഹദീസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഖാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നല്ലാതെ ഞാൻ സ്വീകരിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നാണ് സഹാബികൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ കയറി കഴിഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഖാഫിന്റെ കുറച്ച് ഭാഗം ഓതാറുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, ഞങ്ങളുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അടുപ്പ് കുറച്ചു കാലത്തോളം ഒന്നായിരുന്നു എന്ന് ഉമ്മു ഹിഷാം എന്ന സഹാബി പറഞ്ഞ അതായത് ഒന്നിച്ചൊരു ഹദീസാണത്. അതായത് സൂറത്തുൽ ഖാഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നല്ലാതെ ഞാൻ സ്വീകരിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ചയും പ്രസംഗം ചെയ്യുമ്പോൾ മിമ്പറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഖാഫ് ഓതാറുണ്ടായിരുന്നു. ഞങ്ങളുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അടുപ്പ് കുറച്ചു കാലത്തോളം ഒന്നായിരുന്നു എന്നിങ്ങനെ ഹാരിസിന്റെ പുത്രിയായ ഉമ്മു ഹിഷാം എന്ന വനിത സഹാബിയും പ്രസ്താവിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ വെള്ളിയാഴ്ചകളിലെ ജുമാക്ക് സഹാബി വനിതകളും പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അവര് പുരുഷന്മാർക്ക് പിന്നിലായിക്കൊണ്ട് സ്ത്രീകൾ ഉണ്ടാവാറുണ്ടായിരുന്നു, സ്ത്രീകളുടെയും പിന്നിലായിക്കൊണ്ട് കുട്ടികളും ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ സൂറത്തുൽ ദാരിയാത്ത് മക്കയിലാണ് അവതരിച്ചത്. 60 ആയത്തുകളാണുള്ളത്. ഇതിൽ തൗഹീദിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്, കാരണം മക്കി സൂറത്തായതുകൊണ്ട് തന്നെ. ഓക്കെ, ഇത്രയും ഭാഗമാണ് ഇന്ന് എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇനി വിശദീകരണം ആയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കൂടുതൽ വിശദീകരണം വേണ്ടത് അത് പിന്നീട് നിങ്ങൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ തഫ്സീർ വായിച്ചാൽ മതിയാവും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅൻ റിസ്കൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. സൂറത്തുൽ അഹ്ഖാഫ്. ഹാമീം. ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപയുക്തിമാനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു. ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം സൃഷ്ടിച്ചത് ശരിയായ ഉദ്ദേശത്തോടു കൂടിയും നിർണിതമായ ഒരു അവധി വെച്ചുകൊണ്ടും മാത്രമാകുന്നു. സത്യനിഷേധികളാകട്ടെ തങ്ങൾക്ക് താക്കീത് നൽകപ്പെട്ടത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞുകളയുന്നവരാകുന്നു. നബിയെ പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ അവർ എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അതല്ല ആകാശങ്ങളുടെ സൃഷ്ടിയിൽ വല്ല പങ്കും അവർക്കുണ്ടോ? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇതിനു മുമ്പുള്ള എന്തെങ്കിലും വേദഗ്രന്ഥമോ അറിവിന്റെ വല്ല അംശമോ നിങ്ങൾ എനിക്ക് കൊണ്ടുവന്നു തരുവിൻ. അള്ളാഹുവിന് പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വഴിപഴച്ചവൻ ആരുണ്ട്? അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ പറ്റി ബോധമില്ലാത്തവരാകുന്നു. മനുഷ്യരെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ഇവരുടെ ശത്രുക്കളായിരിക്കുകയും ചെയ്യും. ഇവർ അവരെ ആരാധിച്ചിരുന്നതിന് അവർ നിഷേധിക്കുന്നവരായി തീരുകയും ചെയ്യും. സുവ്യക്തമായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ സത്യം തങ്ങൾക്ക് വന്നെത്തുമ്പോൾ അതിനെപ്പറ്റി ആ സത്യനിഷേധികൾ പറയും, ഇത് വ്യക്തമായ ഒരു മായാജാലമാണെന്ന്. അതല്ല അദ്ദേഹം റസൂൽ അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത്? നീ പറയുക, ഞാൻ അത് കെട്ടിച്ചമച്ചതാണെങ്കിൽ എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒട്ടും രക്ഷ നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന്റെ ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ കടന്ന് സംസാരിക്കുന്നതിനെ പറ്റി അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി അവൻ തന്നെ മതി. അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. നബിയെ പറയുക, ഞാൻ ദൈവദൂതന്മാരിൽ ഒരു പുതുമക്കാരനൊന്നുമല്ല. എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ എന്ത് ചെയ്യപ്പെടും എന്ന് എനിക്ക് അറിയുകയുമില്ല. എനിക്ക് ബോധന നൽകപ്പെടുന്നതിന് പിന്തുടരുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു. നബിയെ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ ഖുർആൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതായിരിക്കുകയും എന്നിട്ട് നിങ്ങൾ ഇതിൽ അവിശ്വസിക്കുകയും ഇതുപോലുള്ളതിന് ഇസ്രായേൽ സന്തതികളിൽ നിന്നുള്ള ഒരു സാക്ഷ്യം വഹിക്കുകയും അങ്ങനെ അയാൾ ഇതിൽ വിശ്വസിക്കുകയും നിങ്ങൾ അഹംഭാവം നടിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ നില എത്ര മോശമായിരിക്കും. അക്രമികാരികളായ ജനങ്ങളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തന്നെ.
ഇസ്രായേലികളിൽ പലരും ഈ ആയത്ത് ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് അള്ളാഹു ഈ ഖുർആനിൽ വിശ്വസിച്ചു. കാരണം അവർക്ക് വന്ന അവരുടെ പിന്നെ കിതാബിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഖുർആനിൽ കണ്ടതോട് കൂടിയിട്ട് അവരിൽ ചിലര് വിശ്വസിച്ചു. എന്നാല് മുസ്ലിങ്ങളെ പിന്നെ അതല്ലാത്ത ആളുകൾക്ക് അവിശ്വാസവുമായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു പിന്നെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങള് അത് നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അത് കഴിഞ്ഞ തലമുറകളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ തലമുറകളിൽപ്പെട്ട ആളുകൾ ഈ ആയത്ത് കേൾക്കുന്നതോട് കൂടിയിട്ട് ഇതിൽ വിശ്വസിക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് എന്താണ് നിങ്ങൾക്ക് തടസ്സം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഒക്കെ അബ്ദുല്ലാഹിബിൻ സലാമാണ് റളിയല്ലാഹു ആണ് ഈ പിന്നെ ഇസ്രായേൽ സന്തതികളിൽ നിന്നുള്ള സാക്ഷി എന്നൊക്കെയാണ് പലരും പറയുന്നത്. കാരണം അദ്ദേഹം യഹൂദി പണ്ഡിതനിലെ ശ്രേഷ്ഠനായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അറബികൾക്കിടയിൽ ഒരു പ്രവാചകൻ വരുന്നുണ്ട് എന്നുള്ളത് തൗറാത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൂടെ അത് കണ്ടതോട് കൂടിയിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഈ സംഭവം മദീനയിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ സൂറത്ത് മദനി സൂറത്താണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, ഏത് സഹാബിയാണ് ഇതെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള ആയത്ത് ഇതിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞുപോയ എല്ലാ സമുദായങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഈ അന്ത്യ റസൂൽ വരാനുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മുടെ റസൂലിനെ പിൻപറ്റുന്നത് എത്ര കുറവാണ് അല്ലെ ജനങ്ങള്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വിശ്വസിച്ചവരെ പറ്റി ആ സത്യനിഷേധികൾ പറഞ്ഞു, ഇതൊരു നല്ല കാര്യമായിരുന്നെങ്കിൽ ഞങ്ങളെക്കാൾ മുമ്പ് ഇവർ അതിലെത്തിച്ചേരുമായിരുന്നു. ഇത് മുഖേന അവർ സന്മാർഗം പ്രാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞേക്കും ഇതൊരു പഴക്കം ചെന്ന വ്യാജവാദമാണെന്ന്. മാതൃകായോഗ്യമായി കൊണ്ടും കാരുണ്യമായി കൊണ്ടും ഇതിനു മുമ്പ് മൂസായുടെ ഗ്രന്ഥം വന്നിട്ടുണ്ട്. ഇത് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമാകുന്നു. അക്രമം ചെയ്തവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയും സദ്വൃത്തത്തിക്ക് സന്തോഷ വാർത്ത ആയിക്കൊണ്ടും ഞങ്ങളെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുകയും പിന്നീട് ചൊവ്വെ നിലകൊള്ളുകയും ചെയ്തവരാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അവരാകുന്ന സ്വർഗാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിന്റെ പ്രതിഫലം അത്രയത്. തങ്ങളുടെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യനോട് അനുശാസിച്ചിരിക്കുന്നു. അവന്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. അവന്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി 30 മാസക്കാലമാകുന്നു. അങ്ങനെ അവൻ തന്റെ പൂർണ്ണശക്തി പ്രാപിക്കുകയും 40 വയസ്സിലെത്തുകയും ചെയ്താൽ ഇപ്രകാരം പറയും: എന്റെ രക്ഷിതാവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. എന്റെ സന്തതികളിൽ നിന്ന് നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ കീഴ്പ്പെടുന്നവരുടെ കൂട്ടത്തിലാകുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളിൽ പലർക്കും അറിയുന്നതാണ്. നമ്മുടെ ജീവിതത്തില് നമ്മള് ഒരു പ്രായം വരെ മാതാപിതാക്കളുടെ നന്മ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്ക് ചെറുപ്പകാലത്തൊന്നും ഉമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ചെയ്തു തരാൻ കടമപ്പെട്ടവരാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ 40 വയസ്സിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് എന്റെ ഉമ്മ എന്റെ വാപ്പ എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയാം. അതുവരെ നമ്മൾ ആ 40 വയസ്സ് അത്രയും കാലം നമ്മൾ ജീവിച്ചത് അവരുടെ കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുകയോ അവരെ നമ്മൾ പരിഗണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരവരുടെ യൗവനം മുഴുവനും നമുക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയും അവരവരുടെ എല്ലാ അനുഗ്രഹങ്ങളും അവര് നമുക്ക് വേണ്ടിയിട്ട് ത്യജിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അവരുടെ യൗവനം അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാമായിരുന്ന അനുഗ്രഹങ്ങള് അതൊക്കെ അവർ ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവരുടെ പണവും പൈസയും അവരുടെ സമയവും ഒക്കെ ചെലവാക്കി നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു പ്രായം എത്തുന്നത് വരെ നമ്മൾ അറിയുന്നില്ല അവരുടെ യൗവനം ചെലവഴിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണെന്നും അവര് നമ്മളെ എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നമ്മളെ എത്രത്തോളം സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടെന്നും നമ്മൾ അറിയുന്നത് എപ്പോഴാ? നമ്മളെ മക്കളെ വളർത്തി വരുമ്പോഴാണ്. അള്ളാഹ് ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഉമ്മ എന്നെ വളർത്തിയത്. പ്രസവിക്കുന്ന സമയത്താണ് അള്ളാഹ് ഇത്രയും വേദന എൻ്റെ ഉമ്മ സഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. അതുവരെ നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പം നമുക്കൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് മാക്സിമം 2-3 മക്കള്, അതും നല്ല ഗ്യാപ്പൊക്കെ കൊടുത്ത് നമ്മൾ അത്രയും ആസ്വദിച്ചിട്ടാണ് പ്രസവിക്കുന്നത് ഇതാക്കുന്നതൊക്കെ സമയമൊക്കെ കൊടുത്ത് പക്ഷെ പണ്ട് കാലങ്ങളിലും നമ്മുടെ മാതാപിതാക്കള് അവര് നമ്മളെ സഹോദരങ്ങൾക്കും നമുക്കിടയിൽ അറിയാം 1.5 വയസ്സ് 2 വയസ്സിന്റെ ഒക്കെ ഇതേ ഉണ്ടാവുള്ളൂ.
അപ്പൊ ഒരു വയസ്സ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് മുലപ്പാല് തന്ന് ഒരു വയസ്സ് കഴിഞ്ഞ് നമ്മൾ മുലകൂട്ടി നിർത്തുന്നതോട് കൂടിയിട്ട് അവർക്ക് വേറെ കുഞ്ഞുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം അവര് ഒരു ഒരു പ്രയാസം കഴിഞ്ഞ് അത് തീർന്ന് അവരൊന്ന് ആശ്വസിക്കുന്നതിന് മുമ്പ് അവർ അടുത്ത പ്രയാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വിധാനിച്ചത്. അപ്പൊ അവരെത്രത്തോളം നമുക്ക് വേണ്ടിയിട്ട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ, പ്രയാസത്തിന് മുകളിൽ പ്രയാസം. എന്നിട്ട് നമ്മളെ അടിച്ചോടിക്കുകയോ നമ്മ ചെയ്തു തരേണ്ട അനുഗ്രഹങ്ങൾ ചെയ്തു തരാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് താഴെ നമ്മളെ സഹോദരങ്ങളുണ്ടാവും, ചെറിയ കുട്ടികളായിരിക്കും, എന്നിട്ടും നമുക്ക് ചെയ്തു തരാനുള്ള ഒറ്റ കാര്യത്തിൽ അവരൊരു വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല. ഒരാളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല വസ്ത്രങ്ങള്, നല്ല ജീവിത സാഹചര്യങ്ങള്, നമ്മളെ നല്ല അന്തസ്സിലാണ് അവർ വളർത്തിക്കൊണ്ടുവന്നത് അല്ലേ. എന്നിട്ട് നമുക്കൊരു രണ്ടോ കുഞ്ഞുണ്ടാവുമ്പോ തന്നെ നമുക്ക് ഭയങ്കര പ്രയാസാണ്. കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഒരു കുട്ടിനെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊക്കെ എന്തെല്ലാം ഒരു പ്രയാസങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ മാതാപിതാക്കള് ഇതിന്റെ 10 ഇരട്ടി പ്രയാസം അനുഭവിച്ചിട്ടാണ് നമ്മളൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ നമ്മൾ എത്ര ഹക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരോട് എത്ര കാരുണ്യം കാണിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കല്യാണ സമയത്ത്, വിവാഹ സമയത്ത് നമ്മളെ മാതാപിതാക്കൾക്ക് ചിലപ്പം 20, 30, 35 വയസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അവരെ നോക്കിക്കാണുന്നത് ആ സമയത്ത് എങ്ങനെയാണ്, അവർക്ക് എത്രയോ പ്രായമായതുപോലെ നമുക്ക് തോന്നുക അല്ലെ. നമ്മൾക്കൊക്കെ തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ മക്കളെ വിവാഹം നടത്തുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെ മാനസികാവസ്ഥ എന്താ, നമ്മളിപ്പോഴും ചെറുപ്പക്കാരാണെന്ന രീതിയിലാണ് നമ്മൾ പെരുമാറുക. പക്ഷെ നമ്മളെ മാതാപിതാക്കളോട് അങ്ങനെയായിരുന്നു പെരുമാറുന്നത്. അവർ ചെറുപ്പക്കാരാണെന്ന നിലയിലായിരുന്നു നമ്മൾ പെരുമാറുന്നത്. അല്ല, അത് ചെയ്യാൻ അവർ ബാധ്യതപ്പെട്ടവരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയായിരുന്നു അവരോടത്ത് പെരുമാറിയതും. അവരെ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചെയ്ത ആ തെറ്റുകളെ, ദുൽമുകള്, ഇതൊക്കെ നമ്മൾ ദുനിയാവിന്ന് പോകുന്നതിന് മുമ്പ് അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ബാധ്യതയിൽ പെട്ടതാണ്. കാരണം നമ്മൾ അവർക്കുള്ള ഹക്ക് കൊടുത്തിട്ടില്ല, എത്രയും കാലമായിട്ട് കൊടുത്തിട്ടില്ല. നമ്മളിൽ ഒരാൾ പോലും കൊടുത്തിട്ടുണ്ടാവില്ല നമ്മൾ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഹക്ക്, അവരോട് കാണിക്കേണ്ട കാരുണ്യം നമ്മൾ കൊടുത്തിട്ടേ ഉണ്ടാവൂല. എത്ര നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാലും അവർക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുത്തിട്ടില്ല. എപ്പോഴും മാതാപിതാക്കളെ നോക്കുന്നത് മക്കൾക്ക് നീ നോക്ക്, ഞാൻ ഇത്രയും ദിവസം നോക്കിയില്ലേ, നീ നോക്ക്, പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്, പിന്നെ എന്റെ മാപ്പിള അവിടെ കാത്തു നിൽക്കുകയാണ്, എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്, എന്റെ മാപ്പിള വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇനി അഞ്ചത്തി നോക്കട്ടെ, ഏട്ടത്തി നോക്കട്ടെ, ആങ്ങളെ നോക്കട്ടെ അല്ലെ. ഒരു ഉമ്മാനും വാപ്പാനും നോക്കാൻ 10 മക്കൾക്ക് കഴിയുന്നില്ല. പക്ഷെ 10 മക്കളെ നോക്കാൻ ഒരു ഉമ്മാക്കും വാപ്പാക്കും ഒരു പ്രയാസവും. പക്ഷെ ഉമ്മാനും വാപ്പാനും മക്കൾക്ക് നോക്കാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ എല്ലാവർക്കും. കാരണം മാതാപിതാക്കളോട് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽപ്പെട്ടത് തന്നെയാണ് മാതാപിതാക്കളെ നോക്കുന്നത്. അള്ളാഹിനോട് നമുക്ക് എത്ര ബാധ്യതയുണ്ടോ, 5 നേരത്തെ നമസ്കാരത്തിന് നമുക്ക് എത്ര ബാധ്യത വെച്ചിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതേ ബാധ്യത തന്നെ മാതാപിതാക്കളോട് എല്ലാ ദിവസവും നമുക്കുണ്ട്. അവര് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം ദിവസം, ഓരോ ദിവസം അതിനുണ്ട് നമുക്കുണ്ട്. അവര് വിട്ടുപോയി കഴിഞ്ഞാല് നമുക്ക് തിരിച്ചൊന്ന് മടങ്ങി ചെന്ന് ഉമ്മാക്കൊരു വെള്ളം കൊടുക്കാൻ നമുക്ക് കഴിയില്ല, വാപ്പാനൊന്ന് തലോടാൻ നമുക്ക് കഴിയില്ല അല്ലെ. പോയി കഴിഞ്ഞതിന് ശേഷം വാപ്പ ഉമ്മ ഞാൻ നോക്കേണ്ട രീതിയിൽ നോക്കിയില്ല എന്നൊക്കെ പറയുന്നവരാണ് മിക്കവാറും ആളുകൾ. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കൂല. ആ സമയത്ത് നമ്മളെ കുടുംബ പ്രശ്നങ്ങളും, നമ്മളെ ഭർത്താവിനെ കുറിച്ചുള്ളതും, നമ്മളെ മക്കളെ കുറിച്ചുള്ളതും, മോനക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷ ഉള്ളതും, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അതാണ് ഇബ്ലീസ് നമ്മളെ വഴികേടിലാക്കുക എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കേണ്ട ഹക്ക് ശരിക്കും ദുനിയാവില് നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നില്ല. അതിന് പകരം ഇബ്ലീസ് അവിടെ കൊണ്ടുവന്നിട്ട് പല നമ്മളെ മുന്നില് പല വ്യാമോഹങ്ങളും വെച്ചിട്ട്, മോന് പിന്നെ IAS എടുക്കേണ്ടതാണ്, ഡോക്ടർ ആവേണ്ടതാണ്, മോനക്ക് 10ാം ക്ലാസ്സിൽ A+ കിട്ടേണ്ടതാണ്, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് നമ്മളായിട്ട് വഴി മാറ്റുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യം മാതാപിതാക്കളെ നോക്കലാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ദുനിയാവിലെ എന്തോ നിനക്കാളും പ്രാധാന്യം മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഹക്കാണ്. അത് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ ബാക്കി എന്തും. നമ്മളെ സ്വത്തുമത്തിൽ മുഴുവനും വിറ്റിട്ടാണെങ്കിലും മാതാപിതാക്കളെ നോക്കി കഴിഞ്ഞതിന്റെ ബാക്കിയെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ അർഹത ഉള്ളൂ. കാരണം എന്താ, നമ്മൾ ദുനിയാവിൽ നിലനിന്നെങ്കിൽ അത് മാതാപിതാക്കളുടെ കാരുണ്യം കൊണ്ടാണ്. അവർക്ക് വേണമെങ്കിൽ നമ്മളെ ഒഴിവാക്കാമായിരുന്നു. നമ്മളൊക്കെ എത്ര ആളുകള് ഗർഭധാരണം നടന്നതിന് ശേഷം പിന്നെ കുഞ്ഞ് ചെറുതാണെന്നും പറഞ്ഞിട്ടൊക്കെ ഒഴിവാക്കി എത്ര ആളുകൾ നമുക്ക് കൂട്ടത്തിലൊക്കെ ഉണ്ട് അല്ലെ. അവർക്കും അതേപോലൊക്കെ ചെയ്യാമായിരുന്നു, നമ്മൾ ഒഴിവാക്കാമായിരുന്നു.
നമ്മൾ ഒഴിവാക്കിയില്ലല്ലോ. നമുക്ക് ഈ ദുനിയാവ് കാണാനുള്ള അനുഗ്രഹം നൽകി നമ്മൾ ഈ ദുനിയാവിൽ ഇത്രയും സന്തോഷിക്കുകയും നമ്മൾ എത്ര സന്തോഷമില്ല എന്ന് പറഞ്ഞാലും, ജീവിതത്തിൽ പ്രയാസങ്ങളാണെന്ന് പറഞ്ഞാലും, ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും സന്തോഷിച്ച എല്ലാ മനുഷ്യരും ഇതിലുണ്ട്. ഒരാൾക്ക് പോലും അങ്ങനെ ഒരു സന്തോഷമില്ലാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല. ബാക്കി 90 ദിവസം വിഷമത്തിലാണെങ്കിലും ആ ഒരു ദിവസം നമുക്ക് സന്തോഷം നൽകിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നൽകിയത് മാതാപിതാക്കളാണ്. അവര് നൽകിയ ആ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത്. അവര് നൽകിയ ഇസ്സത്ത് തന്നെയാണ് നമുക്കുള്ള ഈ ദുനിയാവിൽ കാണുന്ന ഇസ്സത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോടുള്ള ഹക്ക് തീർക്കാതെ ദുനിയാവിന്ന് അവരുമായിട്ട് വിട്ടുപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുനിയാവിലെ ഏറ്റവും ഖേദക്കാരിൽ നമ്മളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും അവരവരുടെ മാതാപിതാക്കളിലേക്ക് മടങ്ങണം. അവരോടുള്ള കാരുണ്യം നിങ്ങൾ കൊടുക്കണം. അവർക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങൾ ആ കാരുണ്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പോലും നമ്മൾ ദുആ ചെയ്യേണ്ടത്, ഞാൻ നന്മയിലായി കാണുന്നത് കണ്ടിട്ട് എന്റെ മാതാപിതാക്കൾ സന്തോഷിക്കാൻ അള്ളാഹുവേ നീ വിധി നൽകണേ എന്നാണ്. ഞാൻ നന്നായി കണ്ടിട്ട് അത് കണ്ടിട്ട് സന്തോഷിക്കാനുള്ള, മാതാപിതാക്കൾ ഏറ്റവും ആഗ്രഹിക്കുന്ന മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണണമെന്ന്. അത് ആഗ്രഹിക്കാത്തൊരു മാതാപിതാക്കളും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ അവരെ മുന്നിൽ പോയിട്ട് പുഞ്ചിരിക്കണം. മിക്കവാറും മക്കൾ ചെയ്യുന്നത് അവരെ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് അമ്മാന്റെയും വാപ്പാന്റെയും അടുത്ത് ചെല്ലും. അവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉള്ളിലെ നെയ്യത്ത്. ആ ഉമ്മാനെയും വാപ്പാനെയും കാണാൻ ചെല്ലുക എന്ന് പറഞ്ഞാല് അവരെ ഉള്ള കഴിഞ്ഞു പോയ എല്ലാ ഭാണ്ഡാരവും ഭാണ്ഡവും എല്ലതും അവരെ മുന്നിൽ വെച്ചിട്ട് അവരെ പ്രയാസത്തിന് മുകളിൽ പ്രയാസമാക്കിയിട്ടാണ് അവിടുന്ന് മടങ്ങുക. അവിടെ ആ പ്രയാസമാണ് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത്. നിങ്ങളെ പ്രയാസം അള്ളാഹുലാണ് ബരമേൽപ്പിക്കേണ്ടത്, അല്ലാതെ മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. അവരെന്തിനാണ് ഈ പ്രായമാകുന്ന അവസ്ഥയിൽ അവരെ പ്രയാസങ്ങളുടെ മുകളിൽ പ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമുകളിൽപ്പെട്ട പ്രായമായിരിക്കുന്ന മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട് നമ്മളെ പ്രശ്നങ്ങൾ പറയാ. ആ മാതാപിതാക്കൾ മരിക്കുന്നത് വരെ മക്കളെ പ്രയാസം കേട്ടിട്ടും അനുഭവിച്ചിട്ടും അവരെ ചിന്തിച്ചിട്ടുമാണ് അവരെ ജീവിതം മുഴുവൻ അവർ നീക്കിക്കളയുന്നത്. കാരണം എല്ലാ അമ്മമാർക്കും പാപ്പമാർക്കും മക്കൾ പ്രയാസപ്പെടുന്നത് കണ്ടാൽ സഹിക്കൂല. അവര് ആ പ്രയാസത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പൊ അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്താണ് ഒരു അമലാണ് ചെയ്യുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ മുന്നിൽ പോയിട്ട് പുഞ്ചിരിക്കാൻ പഠിക്കുക, അവരെ സന്തോഷിപ്പിക്കാൻ പഠിക്കുക, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതവും സന്തോഷത്തിലാവും. അത് അള്ളാഹ് നൽകിയ വാഗ്ദാനാണ്. മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹ് നമ്മളെയും സന്തോഷിപ്പിക്കും. നിങ്ങൾ ഇങ്ങനെ മാതാപിതാക്കളുടെ അടുത്ത് പോയിട്ട് പരാതിയും ഇതും പറയുന്നതുകൊണ്ടാണ് നിങ്ങളെ പ്രശ്നങ്ങൾ തീരാത്തത്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരുടെ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു വ തആല തീർക്കൂല. അവർക്കൊരു വെള്ളം കൊടുത്തിട്ടെങ്കിലും നമ്മൾ അത് വെച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്ത് നമുക്ക് ഉത്തരം നൽകുന്നതാണ്. ഒരു ഹദീസില്ലേ, പിന്നെ മാതാപിതാക്കൾക്ക് അവർ ഹിദ്മത്ത് ചെയ്തിട്ട് ഉറങ്ങാതെ ഇരുന്ന ഒരാള് അള്ളാഹുവിനോട് ആ കാര്യം വെച്ചിട്ട് ദുആ ചെയ്തപ്പം അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആ പ്രയാസത്തിൽ നിന്ന് വിടുതൽ നൽകി. അതായത് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ട് നമ്മള് പിന്നെ ഹിദ്മത്ത് ചെയ്താല് അവർക്ക് ചെയ്ത അനുഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എല്ലാ മാതാപിതാക്കളോടും മക്കൾ ചെയ്യേണ്ട കടമയിൽപ്പെട്ടതാണ്. അത് നമ്മളെ ഉള്ളിൽ വെക്കുക. ഇന്ന് മുതലെങ്കിലും നമ്മൾ മാതാപിതാക്കളെ മുന്നിൽ സന്തോഷിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും പരിശ്രമിക്കുക. നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് നമ്മളെ പ്രശ്നങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല മാതാപിതാക്കളെ തൃപ്തിപ്പെടാതെ. അപ്പൊ മാതാപിതാക്കളെ തൃപ്തിപ്പെടാത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അവനവന്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ പിന്നെ നമ്മളെ പ്രശ്നങ്ങളെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ പ്രശ്നത്തെ തീർക്കാനുള്ള പരിഹാര മാർഗത്തിൽപ്പെട്ട ഒരു പരിഹാരം കൂടിയാണ് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത്തരക്കാരിൽ നിന്നാകുന്നു അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായത് നാം സ്വീകരിക്കുന്നത്. അവരുടെ ദുഷ്വൃത്തികളെ സംബന്ധിച്ചിടത്തോളം നാം വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്തു. അവരുടെ തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്ന മാതാപിതാക്കളെ നല്ലപോലെ നോക്കിയാൽ അവർ സ്വർഗാവകാശികളുടെ കൂട്ടത്തിലായിരിക്കും. മാതാപിതാക്കളെ നോക്കിയ ആളുകള് സ്വർഗാവകാശികളുടെ കൂട്ടത്തിലായിരിക്കുന്നു. അവർക്ക് നൽകപ്പെട്ടിരുന്ന സത്യവാഗ്ദാനം അത്രയത്. ഇത്രയും അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എത്ര അതില് ആ അനുഗ്രഹം നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ പലതും നേടാൻ നോക്കും, പക്ഷെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ മാത്രം നമ്മൾ
മാതാപിതാക്കളെ ശരിക്കും ഒരു 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 വീട്ടിലെ പണിക്കാരത്തിന്റെ ആ ഒരു ലെവലിലൊക്കെയാണ് നമ്മൾ പല ആളുകളും കാണുന്നത്. ഉമ്മമാരൊക്കെ വീട്ടില് ഒരു ചില സ്ഥലങ്ങളിലൊക്കെ പെൺമക്കള് ഉമ്മമാര് സ്വന്തം വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ആ ഉമ്മ മരിക്കുന്നത് വരെ ആ വീട്ടിലെ പണികൾ എടുത്ത് അമ്മ പോകും. അതേ അവസ്ഥയിലേക്കാണ് ആ മോള് പിന്നീട് വരാൻ പോകുന്നതെന്ന് മോള് ചിന്തിക്കുന്നേ ഇല്ല. അതുവരെ മോളിങ്ങനെ കൽപ്പിക്കുകയാണ്, ഉമ്മ അതിങ്ങോട്ട് എടുത്തുകൂടി, ഉമ്മ അതിങ്ങോട്ട് ചെയ്തുകൂടി, ഉമ്മ അതിങ്ങോട്ട് ചെയ്തുകൂടി, അത് കണ്ട് ഉണ്ടാക്കിക്കൂടി, ഇതുണ്ട് ഉണ്ടാക്കിക്കൂടി, രാത്രി എന്റെ മാപ്പിള വരുമ്പോ ഇന്ന് ഉണ്ട് വേണം, ഇന്ന് ഭക്ഷണം വേണം, ഇങ്ങനെ കൽപ്പനകളാണ്. ആ കൽപ്പനകളുടെ ഒരു എൻഡിങ് ഉണ്ട്. ഉമ്മ പോകുന്ന ഒരു ദിവസം ഉണ്ടാവും. പിന്നെ ഈ മോളെ മക്കളുണ്ടാവും. ഇതേ കൽപ്പനയുമായിട്ട് ആ ഉമ്മാക്ക് മുന്നിൽ ആ മക്കൾ വന്ന് നിൽക്കും. അന്ന് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മയും ഇതേപോലെ തന്നെ മോൾ എന്താണോ, അതായത് പിന്നെ പറയുമല്ലോ നമ്മള് വേലി ചാടിയ പശുവിന്റെ കയറും ചാടും. അതായത് നമ്മൾ എന്താണോ ചെയ്തത് അത് നമ്മളെ പിന്തുടർന്ന് വരുന്നു. നമ്മുടെ മക്കളും നമ്മളത് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മളെ കൊണ്ട് അതന്നെ ചെയ്യിപ്പിക്കും നമ്മളെ മക്കൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മാതാപിതാക്കളെ പരിഗണിക്കാനും മാതാപിതാക്കളോട് കാരുണ്യത്തോടു കൂടി പെരുമാറാനും മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാനും എല്ലാ മക്കളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ക്ലാസ് അതിനു വേണ്ടിയിട്ട് മാത്രമാക്കിയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അതിന് മാത്രം അതിനോളം അനുഗ്രഹം വേറെ ഒന്നുമില്ല. മാതാപിതാക്കളെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. ഓരോ പ്രാവശ്യം ശ്രമിച്ചു നോക്കി, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കൂടുന്നത് നിങ്ങൾ അനുഭവത്തിൽ കാണും. നിങ്ങൾ കണ്ണുകൊണ്ട് കാണും. അവർക്ക് കൊടുക്കുന്നത് ഓരോ ദിവസം നിങ്ങൾ വർദ്ധിപ്പിച്ചു നോക്കി, നിങ്ങളുടെ ജീവിത മാർഗത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വർധനവ് നൽകും. അത് സത്യമാണ്. അത് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകൂല. അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ ആ ഒരു പൊരുത്തണ്ടല്ലോ, അത് നമ്മളെ വിട്ടുപോകൂല. നമ്മൾ അനുഗ്രഹത്തിന്റെ മുകളിൽ അനുഗ്രഹത്തിൽ തന്നെ ആയിരിക്കും പിന്നീട് ജീവിക്കുന്നത്, ദുനിയാവിലും ആഖിറത്തിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരാൾ തന്റെ മാതാപിതാക്കളോട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടം, ഞാൻ മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് വാഗ്ദാനം ചെയ്യുകയാണോ? എനിക്ക് മുമ്പ് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ മാതാപിതാക്കൾ അള്ളാഹുവോട് സഹായം തേടിക്കൊണ്ട് പറയുന്നു, നിനക്ക് നാശം, നീ വിശ്വസിക്കണം, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഇതൊരു പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാകുന്നു. അതായത് മാതാപിതാക്കൾ മക്കളോട് പറയാണ് അള്ളാഹുൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ്, കഷ്ടം എന്നൊക്കെ പറഞ്ഞാല് അത്തരക്കാരുടെ കാര്യത്തിലാകുന്നു ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതായത് മാതാപിതാക്കളോട് എന്ന് പോലും പറയരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്, മാതാപിതാക്കളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ കാര്യത്തില് ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന്, അവരുടെ പ്രശ്നം തീരൂല എന്ന്. അത് ദുനിയാവിലും അവർ കാണും, നാളെ പരലോകത്തും അവർ കാണും. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അവരുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പല സമുദായങ്ങളുടെയും കൂട്ടത്തിൽ തീർച്ചയായും അവർ നഷ്ടം പറ്റിയവരാകുന്നു. ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള പദവികളുണ്ട്. അവർ അവരുടെ കർമ്മങ്ങൾക്ക് ഫലം പൂർത്തിയാക്കി കൊടുക്കുന്നവനുമാണത്. അവരോട് അനീതി കാണിക്കപ്പെടുകയുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ മാത്രമല്ല, ഭർത്താവിന്റെ മാതാപിതാക്കളും മാതാപിതാക്കൾ തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് നല്ല രീതിയിലായിരിക്കും, പക്ഷെ ഭർത്താവിന്റെ മാതാപിതാക്കളോട് പെരുമാറുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ നേരിട്ട് ചെയ്യൂല, പക്ഷെ ഭർത്താക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പല സ്ത്രീകൾക്കും അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. മാതാപിതാക്കളെ അവരുടെ മാതാപിതാക്കളെ ഉപദ്രവിക്കാന് ഭർത്താക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ പിന്നീട് നിങ്ങളെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഒന്നും അനുഭവിക്കൂല എന്നാണ്. കാരണം ഒരു മാതാപിതാക്കൾ, അത് ഏതായിക്കോട്ടെ, ഭർത്താവിന്റെ മാതാപിതാക്കളായിക്കോട്ടെ, നമ്മളെ മാതാപിതാക്കളായിക്കോട്ടെ, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ദുനിയാവിൽ അനുഭവിക്കും. അത് അനുഭവിച്ച് നമ്മൾ കാണും ചെയ്യും, കണ്ണുകൊണ്ട് കാണും അവർ പ്രയാസത്തിന് മുകളിൽ പ്രയാസം അനുഭവിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഇങ്ങനെ എന്നും പ്രശ്നങ്ങൾ നമ്മൾ വിട്ടുമാറാത്തത്? നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എവിടെയായിരുന്നു ഞാൻ തിരുത്തേണ്ടിയിരുന്നത്, എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അത് നിങ്ങൾ തിരുത്താൻ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു മടങ്ങണം, അവരോട് പൊരുത്തപ്പെടിക്കണം. ജീവിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കബറിങ്ങിൽ പോകണം, നിങ്ങൾ പൊരുത്തപ്പെടിക്കണം. കാരണം നിങ്ങളെ ജീവിതം ശരിയാവണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ തിരുത്തേണ്ടത്. അവിടെ തിരുത്തിയിട്ട് നിങ്ങൾക്ക് ബാക്കി എവിടെ തിരുത്തിയാലും ശരിയാവുള്ളൂ. ആ തിരുത്താന് നിങ്ങളുടെ ജന്മം നൽകിയവർക്ക് മുന്നിൽ പോയിട്ട് നിങ്ങൾ തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ചവന്റെ മുമ്പിൽ നിങ്ങൾക്ക് തിരുത്താൻ കഴിയില്ല. നമ്മൾ പരലോകത്തും നമ്മൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാവും.
അപ്പൊ ദുനിയാവും ഇല്ല ആഖിറവും ഇല്ലാത്ത അവസ്ഥയിലാണ് മാതാപിതാക്കളോട് ദുൽമ ചെയ്തവർ. അത് ഏത് തരത്തിലായാലും, ഭർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചവരായാലും സ്വന്തം മാതാപിതാക്കളോട് ചെയ്തവരായാലും, രണ്ട് തരത്തിലായാലും ഫലം ഒന്ന് തന്നെയാണ്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സത്യനിഷേധികൾ നരകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കി കളയുകയും നിങ്ങൾ അവ കൊണ്ട് സുഖം അനുഭവിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ന്യായം കൂടാതെ നിങ്ങൾ ഭൂമിയിൽ അഹംഭാവം നടിച്ചിരുന്നതിന്റെ ഫലം, നിങ്ങൾ ധിക്കാരം കാണിച്ചിരുന്നതിന്റെ ഫലവും ഇന്ന് നിങ്ങൾ അപമാനകരമായ ശിക്ഷ പ്രതിഫലമായി നൽകപ്പെടുന്നു. അതായത് ഭൂമിയിൽ തിന്മകൾ ചെയ്ത്, അതായത് ഐഹിക ജീവിതത്തിലെ നിങ്ങളുടെ വസ്തുക്കൾ നിങ്ങൾ പാഴാക്കി കളഞ്ഞു എന്നാണ്. അതായത് നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ പാഴാക്കി കളയലാണിത്. ഇതൊക്കെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ആ അനുഗ്രഹത്തെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനും ശ്രമിക്കുക. എല്ലാതും അനുഗ്രഹങ്ങളാണ്. മക്കൾ അനുഗ്രഹമാണ്, സമ്പത്ത് അനുഗ്രഹമാണ്, മാതാപിതാക്കൾ അനുഭവമാണ്, നാട് അനുഭവം അനുഗ്രഹമാണ്, നമുക്ക് നൽകിയ ഭരണാധികാരികൾ അനുഗ്രഹങ്ങളാണ്. പക്ഷെ അതിനൊക്കെ നമ്മൾ പാഴാക്കി കളഞ്ഞാല് നാളെ നമ്മള് ദുനിയാവിലും പരീക്ഷിക്കപ്പെടും, നാളെ പരലോകത്തും നമ്മള് അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് പരീക്ഷിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അതുകൊണ്ട് സുഖം അനുഭവിച്ചു, പക്ഷെ അതിന്റെ ആ നൽകിയ ഐഹിക വസ്തുക്കളെ നിങ്ങൾ എന്താക്കി, പാഴാക്കി കളഞ്ഞു. അതിൽ നിന്നുള്ള സുഖമൊക്കെ കിട്ടുന്നുണ്ട്. സുഖമൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്നതും അതിനെ നമ്മൾ ദുൽമാക്കി കാണിക്കുന്നതും. അതിന് നാളെ പരലോകത്ത് നമ്മളെ നരകത്തിലിട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പരീക്ഷണത്തെ കാണിച്ചു തരും എന്നുള്ളതാണ്. ന്യായം കൂടാതെ നിങ്ങൾ ഭൂമിയിൽ അഹംഭാവം നടിച്ചിരുന്നതിന്റെ ഫലവുമാണത്. ധിക്കാരം കാണിച്ചിരുന്നതിന്റെ ഫലവും നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയപ്പെടും. ആദമിന്റെ സഹോദരനെ അഥവാ ഹൂദിനെ പറ്റി നീ ഓർമ്മിക്കുക. അഹ്കാഫിലുള്ള തന്റെ ജനതയ്ക്ക് അദ്ദേഹം താക്കീത് നൽകിയ സന്ദർഭം. അദ്ദേഹത്തിന് മുമ്പും അദ്ദേഹത്തിന് പിന്നിലും താക്കീതുകാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതേ, നിങ്ങളുടെ മേൽ ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം താക്കീത് നൽകിയത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? എന്നാൽ സത്യവാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് നീ താക്കീത് നൽകുന്നത് ശിക്ഷ കൊണ്ടുവന്നു തരൂ. അദ്ദേഹം പറഞ്ഞു, അതിനെപ്പറ്റിയുള്ള അറിവ് അള്ളാഹുവിൽ മാത്രമാകുന്നു. ഞാൻ എന്തൊന്നുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. എന്നാൽ നിങ്ങളെ ഞാൻ കാണുന്നത് അവിവേകം കാണിക്കുന്ന ഒരു ജനതയായിട്ടാണ്. അങ്ങനെ അതിനെ ശിക്ഷയെ തങ്ങളുടെ താഴ്വരകൾക്ക് അഭിമുഖമായി കൊണ്ട് വെളിപ്പെട്ട മേഘമായി അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതാ നമുക്ക് മഴ നൽകുന്ന ഒരു മേഘം അല്ല, നിങ്ങൾ എന്തൊന്നിനെ ധൃതി കൂട്ടിയോ അത് തന്നെയാണിത്. അതേ, വേദനയേറിയ ശിക്ഷ ഉൾക്കൊള്ളുന്ന ഒരു കാറ്റ്. അതിന്റെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരം സകല വസ്തുക്കളെയും അത് നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളല്ലാത്ത മറ്റൊന്നും കാണപ്പെടാത്ത അവസ്ഥയിൽ അവർ ആയിത്തീർന്നു. അപ്രകാരമാണ് കുറ്റവാളികളായ ജനതക്ക് നാം ശിക്ഷ നൽകുന്നത്. കുറ്റവാളികളായ ജനതയ്ക്ക് നാം പ്രതിഫലം നൽകുന്നത്. നിങ്ങൾക്ക് നാം സ്വാധീനം നൽകിയിട്ടില്ലാത്ത മേഖലകളിൽ അവർക്ക് നാം സ്വാധീനം നൽകുകയുണ്ടായി. കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ച് കൊണ്ടിരുന്നതിനാൽ അവരുടെ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അവർക്ക് യാതൊരു പ്രയോജനം ചെയ്തില്ല. എന്തൊന്നിനെ അവർ പരിഹസിച്ചിരുന്നുവോ അത് അവരിൽ അനുഭവിക്കുകയും ചെയ്തു. നിങ്ങളുടെ ചുറ്റുമുള്ള ചില രാജ്യങ്ങളെയും നാം നശിപ്പിക്കുകയുണ്ടായി. ആ രാജ്യക്കാർ സത്യത്തിലേക്ക് മടങ്ങുവാൻ വേണ്ടി നാം തെളിവുകൾ വിവിധ രൂപത്തിൽ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിന് പുറമെ അവനിലേക്ക് സാമീപ്യം കിട്ടുവാനായി അവർ ദൈവങ്ങളായി സ്വീകരിച്ചവർ അപ്പോൾ എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല? അല്ല, അവരെ വിട്ട് അവർ ദൈവങ്ങൾ അപ്രത്യക്ഷരായി. അത് ബഹുദൈവവാദം അവരുടെ വകയായുള്ള വ്യാജവും അവർ കൃത്രിമമായി സൃഷ്ടിച്ചുണ്ടാക്കിയിരുന്നതുമത്രേ. ജിന്നുകളിൽ ഒരു സംഘത്തെ നാം നിന്റെ അടുത്തേക്ക് ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുവാനായി തിരിച്ചുവിട്ട സന്ദർഭം ശ്രദ്ധേയമാണ്. അങ്ങനെ അവർ അതിനെ സന്നിഹിതരായപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു, നിങ്ങൾ നിശബ്ദരായിരിക്കൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ സമുദായത്തിലേക്ക് താക്കീതുകാരായിക്കൊണ്ട് തിരിച്ചുപോയി. ജിന്നുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിന്നുകൾ വരികയും അങ്ങനെ ജിന്നുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹിദായത്ത് നേടുകയും അങ്ങനെ അവരുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു മടങ്ങി അവരത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മൂസ അലൈഹി ഇസ്ലാമിൽ നിന്ന് കേട്ട അതേ ആയത്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു എന്നുള്ളതാണ് ഖുർആനിലെ സൂറത്ത് ജിന്നുണ്ട് അതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ജിന്നുവർഗങ്ങള് എന്താണ്, അവരും ഹിദായത്തിൽ, അതായത് മുസ്ലിങ്ങളായിട്ട് ഉള്ള ജിന്നുവർഗങ്ങള് ദുനിയാവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എന്നാൽ തിന്മയിലുള്ള ജിന്നുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജിന്നുകളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് നന്മ മാത്രമേ വരുള്ളൂ. നമ്മൾ തിന്മയിൽ നിൽക്കുമ്പം നമ്മുടെ പലതരത്തിൽ നമുക്ക് ഉപദ്രവങ്ങൾ വരും.
അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരമുള്ള അധികാറുകളൊന്നും നമ്മൾ മുടങ്ങാതിരിക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. വീടുകളിലെ ഖുർആൻ പാരായണം എപ്പോഴും ഉണ്ടായിരിക്കാനും പരിശ്രമിക്കുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ സമുദായം ഈ തീർച്ചയായും മൂസയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ടതും അതിനു മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമായ ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടിരിക്കുന്നു. സത്യത്തിലേക്കും നേരായ പാതയിലേക്കും അത് വഴികാട്ടുന്നു. ഞങ്ങളുടെ സമുദായമേ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം നൽകുകയും അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുക. അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും വേദനയേറെ ശിക്ഷയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് അഭയം നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആൾക്ക് വല്ലവനും ഉത്തരം നൽകാതിരിക്കുന്ന പക്ഷം ഈ ഭൂമിയെ അവനെ തോൽപ്പിക്കാനാവില്ല. അള്ളാഹുവിന് പുറമെ അവൻ രക്ഷാധികാരികൾ ഉണ്ടായിരിക്കുകയുമില്ല. അത്തരക്കാർ വ്യക്തമായ വഴികേടിലാകുന്നു. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും അവയെ സൃഷ്ടിച്ചത് കൊണ്ട് ക്ഷീണിക്കാതിരിക്കുകയും ചെയ്ത അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് എന്ന് അവർക്ക് കണ്ടുകൂടെ? അതെ, തീർച്ചയായും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. സത്യനിഷേധികൾ നരകത്തിനു മുമ്പിൽ പ്രദർശിക്കപ്പെടുന്ന ദിവസം അവരോട് ചോദിക്കപ്പെടും, ഇത് സത്യം തന്നെയല്ലേ എന്ന്. അവർ പറയും, അതെ, ഞങ്ങളുടെ രക്ഷിതാവിനെ തന്നെയാണ്. അവൻ പറയും, എന്നാൽ നിങ്ങൾ അവിശ്വസിച്ചിരുന്നതിന്റെ ഫലമായി ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. ആകയാൽ ദൃഢമനസ്കരായ ദൈവദൂതന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക. അവരുടെ സത്യനിഷേധികളുടെ കാര്യത്തിൽ നീ ധൃതി കാണിക്കരുത്. അവർക്ക് താക്കീത് നൽകപ്പെടുന്നത് ശിക്ഷ അവർ നേരിൽ കാണുന്ന ദിവസം പകലിൽ നിന്നുള്ള ഒരു നാഴിക നേരം മാത്രമായി തങ്ങൾ ഇഹലോകത്ത് താമസിച്ചിട്ടുള്ള എന്നത് പോലെ അവർക്ക് തോന്നും. ഇതൊരു ഉത്ബോധനമാകുന്നു. എന്നാൽ ധിക്കാരികളായ ജനങ്ങളല്ലാതെ നശിപ്പിക്കപ്പെടുമോ? അതായത് നാളെ പരലോകത്തുള്ള ഇത് സമയത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല 1000 വർഷങ്ങളാണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്ന. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരു ദിവസം, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ 1000 വർഷങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദുനിയാവിൽ ജീവിച്ചൊരു സമയം നാളെ അള്ളാഹിന്റെ മുമ്പിൽ എത്തുമ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആ സമയത്തിലായിരിക്കും നമ്മൾ നിൽക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നമ്മൾ ജീവിച്ച ഒരു നാഴിക നേരം, അതായത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ആ സമയമാണ് അള്ളാഹിന്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളെ ദുനിയാവിൽ ജീവിച്ച സമയം എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നാല് അത്രയും നമുക്ക് തോന്നുള്ളൂ എന്നാണ്. നമ്മളെ സമയത്തെ അത്രയും നമ്മൾ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സത്യനിഷേധികളുടെ കാര്യത്തിൽ ധൃതി കാണിക്കേണ്ട. അതായത് അവർ തിന്മകൾ ചെയ്യുന്നത് കണ്ടാൽ, നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾ തിന്മ ചെയ്യുന്നത് കണ്ടാൽ ഇതെന്താ അവർക്ക് മാത്രം കിട്ടാത്തത്, അവർ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്താ ശിക്ഷ കിട്ടാത്തത്, അതിന്റെ കാര്യത്തിൽ നമ്മൾ ധൃതി കാണിക്കണ്ട എന്നാണ്. അവർക്ക് കൊടുക്കാനുള്ളത് പൂർണ്ണമായി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അഴിച്ചു വിട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. നരകത്തിലെ ഏതാണ് തട്ട് അവർക്ക് വേണ്ടത്, ആ തട്ടിലേക്ക് എത്താൻ ഉള്ള അത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വഴി ഒഴിവാക്കി കൊടുത്തതാണ്. അവർ ദുനിയാവിൽ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ, നാളെ പരലോകത്ത് അവര് നല്ല രീതിയിൽ അവർ എത്തിച്ചേർന്നോളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അവർക്ക് കൊടുക്കാനുള്ളത് ഞാൻ പരലോകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിൽ അവരെ അഴിച്ചു വിട്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ നമ്മൾ അതെന്താ അങ്ങനെ അവർ ചെയ്തിട്ട് അവർക്ക് എന്താ ഒന്നും കിട്ടുന്നില്ലല്ലോ, അതൊന്നും നമ്മൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ട. നമ്മുടെ കാര്യത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ നഫ്സ് നാളെ പരലോകത്ത് എന്തായിരിക്കും എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയിട്ട് ഇടപെടണ്ട. അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്ക് അറിയും ചെയ്യാം. എന്നിട്ടും ഒരു തിന്മ ചെയ്താൽ അത് അവരും അവരുടെ നഫ്സും അള്ളാഹുവും തമ്മിലുള്ള മുനാജാത്താണ്. അത് നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പൂർത്തിയാക്കി കൊടുത്തോളും. ഓക്കെ, അടുത്തത് സൂറത്ത് മുഹമ്മദ്. ഓക്കെ, സൂറത്ത് മുഹമ്മദ് പിന്നെ മദീനി സൂറത്താണ്. 38 ആയത്തുകളാണുള്ളത് കേട്ടോ. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവരാരോ അവരുടെ കർമ്മങ്ങളെ അള്ളാഹു പാഴാക്കി കളയുന്നതാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും മുഹമ്മദ് നബിയുടെ മേൽ ധരിപ്പിക്കപ്പെട്ടതില്ലാതെ അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം വിശ്വസിക്കുകയും ചെയ്തവരാരോ അവരിൽ നിന്ന് അവരുടെ തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയുകയും അവരുടെ അവസ്ഥ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. അതെന്തുകൊണ്ടെന്നാൽ സത്യനിഷേധികൾ അസത്യത്തെയാണ് പിന്തുടരുന്നത്, വിശ്വസിച്ചവരാകട്ടെ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യത്തെയാണ് പിൻപറ്റിയത്. അപ്രകാരം അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി അവരുടെ മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നു. ആകയാൽ സത്യനിഷേധികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ നിങ്ങൾ പിരടികൾ വെട്ടുക.
അങ്ങനെ അവരെ നിങ്ങൾ അമർച്ച ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ശക്തിയായി ബന്ധിക്കുക. എന്നിട്ട് അതിനുശേഷം അവരോട് ദാക്ഷിണ്യം കാണിക്കുകയോ അല്ലെങ്കിൽ മോചന മൂല്യം വാങ്ങി വിട്ടയക്കുകയോ ചെയ്യുക. യുദ്ധം അതിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത് വരെ എത്രയത് അതാണ് യുദ്ധത്തിന്റെ മുറ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ നേരെ അവൻ ശിക്ഷാ നടപടി സ്വീകരിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പരീക്ഷിക്കേണ്ടതിനായിട്ടാണ് ഇത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരാകട്ടെ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ പാഴാക്കുകയില്ല. അവൻ അവൻ അവരെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും അവരുടെ അവസ്ഥ നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാണ്. സ്വർഗത്തിൽ അവരെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതിനെ അവൻ മുമ്പേ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സഹായിക്കുന്ന പക്ഷം അവൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നതാണ്. അവിശ്വസിച്ചവരാരോ അവർക്ക് നാശം. അള്ളാഹു അവരുടെ കർമ്മങ്ങളെ പാഴാക്കി കളയുന്നതുമാണ്. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു കളഞ്ഞു. അപ്പോൾ അവരുടെ കർമ്മങ്ങളെ അവൻ നിഷ്ഫലമാക്കി തീർത്തു. അവർ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചിട്ടില്ലേ എങ്കിൽ തങ്ങളുടെ മുൻഗാമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് നോക്കിക്കാണാമായിരുന്നു. അള്ളാഹു അവരെ തകർത്തു കളഞ്ഞു. ഈ സത്യനിഷേധികൾക്കുമുണ്ട് അതുപോലെയുള്ള ശിക്ഷ. അതിന്റെ കാരണം എന്തെന്നാൽ അള്ളാഹു സത്യവിശ്വാസികളുടെ രക്ഷാധികാരിയാണ്. സത്യനിഷേധികൾക്കാകട്ടെ ഒരു രക്ഷാധികാരിയുമില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ് തീർച്ച. സത്യനിഷേധികളാകട്ടെ ഈ ലോകത്ത് സുഖം അനുഭവിക്കുകയും നാൽക്കാലികൾ തിന്നുന്നത് പോലെ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നരകമാണ് അവർക്കുള്ള വാസസ്ഥലം. നിന്നെ പുറത്താക്കിയ നിന്റെ രാജ്യത്തേക്കാൾ ശക്തിയേറിയ എത്രയെത്ര രാജ്യങ്ങൾ അവരെ നാം നശിപ്പിച്ചു. അപ്പോൾ അവർക്കൊരു സഹായം ഉണ്ടായിരുന്നില്ല. തന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സ്പഷ്ടമായ തെളിവനുസരിച്ച് നിലകൊള്ളുന്ന ഒരാൾ സ്വന്തം ദുഷ്പ്രവൃത്തി അലങ്കൃതമായി തോന്നിക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്ത ഒരുവനെ പോലെയാണോ? സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ അവസ്ഥ എന്തെന്നാൽ അതിൽ പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട്, രുചിഭേദം വരാത്ത പാലിന്റെ അരുവികളും, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ മദ്യത്തിന്റെ അരുവികളും, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളുമുണ്ട്. അവർക്കതിൽ എല്ലാത്തരം കായ്ക്കനികളുമുണ്ട്. തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവുമുണ്ട്. ഈ സ്വർഗാവകാശികളുടെ അവസ്ഥ നരകത്തിൽ നിത്യവാസികളായിട്ടുള്ളവനെ പോലെ ആയിരിക്കുമോ? ഉത്തരക്കാർക്കാകട്ടെ കൊടും ചൂടുള്ള വെള്ളമായിരിക്കും കുടിക്കാൻ നൽകപ്പെടുക. അങ്ങനെ അത് അവരുടെ കുടലുകളെ ഛിന്ന ഭിന്നമാക്കി കളയും. അവരുടെ കൂട്ടത്തിൽ നീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ചിലരുണ്ട്. എന്നാൽ നിന്റെ അടുത്ത് നിന്ന് അവർ പുറത്തു പോയാൽ വേദജ്ഞാനം നൽകപ്പെട്ടവരോട് അവർ പറയും, പരിഹാസപൂർവ്വം പറയും, എന്താണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്? അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ മേലാകുന്നു അള്ളാഹു മുദ്ര വച്ചിരിക്കുന്നത്. തങ്ങളുടെ അനിഷ്ടങ്ങളെ പറ്റുകയാണ് അവർ ചെയ്തത്. സന്മാർഗം സ്വീകരിച്ചവരാകട്ടെ അള്ളാഹു അവർക്ക് കൂടുതൽ മാർഗദർശനം നൽകുകയും അവർക്ക് വേണ്ടതായ സൂക്ഷ്മത അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. ഇനി ആ അന്ത്യസമയം പെട്ടെന്ന് അവർക്ക് വന്നെത്തുന്നതല്ലാതെ മറ്റു വല്ലതും അവർക്ക് കാത്തിരിക്കാനുണ്ടോ? എന്നാൽ അതിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ഉത്ബോധനം അവർക്ക് എങ്ങനെ പ്രയോജനപ്പെടും? ആകയാൽ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവുമില്ലെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക. സത്യവിശ്വാസികൾക്കും വേണ്ടിയും പാപമോചനം തേടുക. നിങ്ങളുടെ പോക്കുവരവും നിങ്ങളുടെ സാമസവും അള്ളാഹു അറിയുന്നുണ്ട്. സത്യവിശ്വാസികൾ പറയും, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടാത്തത് എന്താണെന്ന്. എന്നാൽ ഖണ്ഡിതമായ നിയമങ്ങളുള്ള ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെടുകയും അതിൽ യുദ്ധത്തെപ്പറ്റി പ്രസ്താവിക്കപ്പെടുകയും ചെയ്താൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവർ മരണം ആസന്നമായതിനാൽ ബോധരഹിതരായി ആൾ നോക്കുന്നത് പോലെ നിന്റെ നേർക്ക് നോക്കുന്നതായി കാണാം. എന്നാൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായത് തന്നെയാണത്. അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആഗ്രഹിക്കാത്ത ആൾക്കാര് പിന്നെ മരണം, അതായത് ബോധം കെട്ട് പോകുന്നത് പോലെ നോക്കുന്നത് കാണാം. നമുക്കും ഒരു പ്രയാസം വരുമ്പം, ഒരു പരീക്ഷണം ഇറങ്ങുമ്പോൾ നമ്മളെ സ്ഥിതി എന്താണെന്ന് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. നമ്മള് ഭയപ്പെട്ടുകൊണ്ടും നമ്മള് പിന്നെ ഓടി നടക്കുകയും നമ്മൾ ബേജാറാവുകയും നമ്മൾ പ്രയാസപ്പെടുകയൊക്കെയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രയാസം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രയാസം ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനൊന്നും ദുനിയാവിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പരീക്ഷണം വന്നു, ഒരു പ്രയാസം വന്നു, നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ സ്ഥിതി എന്താണ് ആ സമയത്ത്? നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ബോധം കെട്ട് ആൾക്കാരെ നോക്കുന്നത് പോലെയാണോ നോക്കുന്നത്? ഭയപ്പെട്ടുകൊണ്ട് നോക്കുകയാണോ? അതോ പേടിച്ചുകൊണ്ട് കരഞ്ഞു നിലവിളിക്കുകയാണോ? അതോ പിന്നെ ആളുകളുടെ പിന്നാലെ ഓടിച്ചെല്ലുകയാണോ? എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ ആലോചിച്ചാൽ മതി. ഇതാണ് ഒരു സത്യവിശ്വാസിയും ഒരു സത്യവിശ്വാസി അല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ സത്യവിശ്വാസം തിരിച്ചറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ്. നമ്മൾ എപ്പോഴും നമ്മളെ നോക്കിക്കാണുക. നമ്മുടെ ആക്കിബത്ത്, നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവർത്തനങ്ങള്, ഇതൊക്കെ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടതും അള്ളാഹുവിന് കീഴൊതുങ്ങിയതുമാണെങ്കിൽ മാത്രമേ ഒരു പരീക്ഷണം വരുമ്പോഴും നമ്മൾ എന്താവുള്ളൂ? നമ്മള്
നമ്മൾ സൂക്ഷ്മത കാണിക്കുള്ളൂ, നമ്മൾ ഒതുങ്ങുള്ളൂ. നമ്മുടെ മനസ്സ് പെട്ടെന്ന് അത് കേട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് പെട്ടെന്ന് നമ്മളതിൽ ഭയപ്പെടാതെ നമ്മളതിനെ ഏറ്റവും അവധാനതയോടുകൂടി നോക്കിക്കാണുന്നത് ആ സ്ഥലത്താണ്. അവിടെയാണ് നമ്മുടെ സത്യവിശ്വാസം തിരിച്ചറിയപ്പെടുന്നത്. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ. അനുസരണവും ഉചിതമായ വാക്കുമാണ് വേണ്ടത്. എന്നാൽ കാര്യം തീർച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ അള്ളാഹുവോട് സത്യസന്ധത കാണിച്ചിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് കൂടുതൽ ഉത്തമം. അതായത് നല്ല വാക്ക്, അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹ. എന്തൊരു പ്രയാസം വരുമ്പോഴും ഇത് പറയാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയണം. പ്രയാസം ഉണ്ടാവും, നമുക്ക് 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 ചിന്തിക്കാൻ പറ്റാത്ത പ്രയാസമാവും. നമുക്ക് നമുക്ക് പിന്നീട് ഒരു മുന്നിൽ കൂടെ ഒരു വഴി നമുക്ക് കാണാൻ കഴിയാത്ത അത്രയും പ്രയാസമായിരിക്കും. അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. പക്ഷെ ആ പ്രയാസം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു വഴിയില്ല, നമുക്ക് മുന്നിലൊരു മാർഗമില്ല എന്നൊക്കെ അറിയാം. എന്നാലും നമ്മൾ എന്ത് പറയണം? നമ്മൾ ഇത് പറഞ്ഞിരിക്കണം. കാരണം അത് പറയാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ നമ്മളിൽ നിന്ന് നമ്മളെ എല്ലാ അനുഗ്രഹങ്ങളും ഊരിയെടുത്തതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയൊരു പ്രയാസം വീട്ടിലേക്ക് കയറി വന്നതായിരിക്കും. നമുക്ക് ഇനിയൊരു ജീവിതം ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരിക്കും. എന്നാലും എന്ത് ചെയ്യണം? ഇത് പറയാനും നമ്മൾ പഠിച്ചിരിക്കുക. പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, അറിയാം. എന്നാലും പറയാനും നമ്മള് നമ്മളെ മനസ്സിനെ പഠിപ്പിച്ചേ മതിയാവും. കാരണം ഒരു സത്യവിശ്വാസിക്ക് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ എന്നാണ്, അല്ലാത്തവർക്ക് പറയാൻ കഴിയില്ല. ഒരു സ്ത്രീ പിന്നെ കബറിങ്ങളിൽ കിടന്ന് നിലവിളിച്ചപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ക്ഷമിക്കുക. അപ്പം ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്കല്ലല്ലോ ഈ വന്നത്. കാരണം ആ സ്ത്രീന്റെ ആരുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കല്ലല്ലോ അത് വന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ പോയി. അങ്ങനെ സഹാബികൾ പറഞ്ഞു അത് റസൂലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ ഓടിച്ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് പറഞ്ഞു, റസൂൽ അറിയാതെ പറഞ്ഞതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ക്ഷമ എന്ന് പറഞ്ഞത് അതിന്റെ ആദ്യത്തിലാണ്, അതിന്റെ ഫസ്റ്റ് തുടക്കത്തിലാണ് അത് പറയാൻ പറ്റേണ്ടത്. അത് ക്ഷമ പിന്നീട് നമുക്ക് ക്ഷമ വരും. നമ്മളിപ്പം ഒരു മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലാവും, ബാക്ക് ടു നോർമലാവും. പക്ഷെ ആ ഫസ്റ്റ് ഡേയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്? നമ്മൾ ബോധം കെട്ട് വീഴുകയും അലറി വിളിക്കുകയും നമ്മൾ പിന്നെ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുകയൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഓക്കെ. എന്നാൽ നിങ്ങൾ കൈകർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ? അത്തരക്കാരെയാണ് അള്ളാഹു ശപിച്ചിട്ടുള്ളത്. അങ്ങനെ അവർക്ക് ഭദ്രത നൽകുകയും അവരുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർ ഖുർആൻ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അതല്ല ഹൃദയങ്ങളിൽ മേൽ കൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ? തങ്ങൾക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം പുറകോട്ട് തിരിച്ചു പോയവരാരോ അവർക്ക് പിശാച് തങ്ങളുടെ ചെയ്തികൾ അലങ്കൃതമായി തോന്നിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും അവർക്ക് അവൻ വ്യാമോഹങ്ങൾ നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് അള്ളാഹു അവതരിപ്പിച്ചത് ഇഷ്ടപ്പെടാത്തവരോട് ചില കാര്യങ്ങൾ നിങ്ങളുടെ കൽപ്പന അനുസരിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അവർ രഹസ്യമാക്കി വെക്കുന്നത്. അള്ളാഹു അറിയുന്നു. അപ്പോൾ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിച്ചുകൊണ്ട് അവരെ മരിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യത്തെ അവർ പിന്തുടരുകയും അവന്റെ പ്രീതി അവർ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തത്. അതിനാൽ അവരുടെ കർമ്മങ്ങളെ അവൻ നിഷ്ഫലമാക്കി കളഞ്ഞു. അതല്ല ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾ അള്ളാഹു അവരുടെ ഉള്ളിലെ പക വെളിപ്പെടുത്തുകയില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നാം ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് അവരെ നാം കാട്ടിത്തരുമായിരുന്നു. അങ്ങനെ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്ക് അവരെ മനസ്സിലാക്കാമായിരുന്നു. സംസാര ശൈലിയിലൂടെയും തീർച്ചയായും നിനക്ക് അവരെ മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു നിങ്ങളുടെ പ്രവർത്തികൾ അറിയുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ സമരം ചെയ്യുന്നവരെ, ക്ഷമ കൈക്കൊള്ളുന്നവരെയും നാം തിരിച്ചറിയുകയും നിങ്ങളുടെ വർത്തമാനങ്ങൾ നാം പരിശോധിച്ചു നോക്കുകയും ചെയ്യുന്നതുവരെ നാം പരീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും തങ്ങൾക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞതിന് ശേഷം റസൂലുമായി മത്സരത്തിൽ ഏർപ്പെടുകയും ചെയ്തവരാരോ തീർച്ചയായും അവർ അള്ളാഹുവിന് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. വഴിയെ അവൻ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കളയുകയും ചെയ്യും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുയെ അനുസരിക്കുക, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയാതിരിക്കുകയും ചെയ്യുക. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും എന്നിട്ട് സത്യനിഷേധികളായിക്കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തവരാരോ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ആകയാൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കെ ശത്രുക്കളെ നിങ്ങൾ സന്ധിക്ക് ക്ഷണിക്കുകയും ചെയ്യരുത്. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല.
ഐഹിക ജീവിതം കളിയും വിനോദവും മാത്രമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കുള്ള പ്രതിഫലം അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളോട് നിങ്ങളുടെ സ്വത്തുക്കൾ അവൻ ചോദിക്കുന്നതുമില്ല. നിങ്ങളോട് അവ സ്വത്തുക്കൾ ചോദിച്ച് അവൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പിശുക്ക് കാണിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ പക അവൻ വെളിയിൽ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഹേ കൂട്ടരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നു. വല്ലവനും പിശുക്ക് കാണിക്കുന്ന പക്ഷം തന്നോട് തന്നെയാണ് അവൻ പിശുക്ക് കാണിക്കുന്നത്. അള്ളാഹു ആകട്ടെ പരാശ്രയമുക്തനാകുന്നു. നിങ്ങളോ ദരിദ്രന്മാരും. നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങളല്ലാത്തൊരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് 2.5% നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് 2.5% കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അല്ലെ. 2.5%. ഓക്കെ, 2.5% എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ബാലൻസിന്റെ 2.5%. എന്നിട്ട് പോലും അത് കൊടുക്കുന്നതിന് പോലും പിശുക്ക് കാണിക്കുന്ന ആളുകൾ അതിന്റെ കണക്കെടുത്ത് അതിന്റെ എണ്ണ എടുത്ത് അതിനെ ഇങ്ങനെ വരച്ച വരയിൽ വെച്ചിട്ട് അത് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന് കടം കൊടുത്താല് അള്ളാഹ് അത് വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിന് എത്ര കൊടുത്തോ നമുക്കത് വർദ്ധിക്കുകയേ ഉള്ളൂ. അവിടെ നമ്മൾ കണക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 2.5% അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് മാന്യമായ രീതിയിൽ ഏറ്റവും മിനിമമായിട്ട് നമുക്ക് ചെയ്യണമെങ്കിലാണ്. നമ്മൾ എത്ര വർദ്ധിപ്പിക്കുന്നതോ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ജനറസ് ആണ്. അള്ളാഹു നമുക്ക് നൽകും. നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എത്ര കൊടുക്കുന്നോ അതിൽ അള്ളാഹ് വർധന നൽകുക തന്നെ ചെയ്യും. അള്ളാഹ്ക്ക് കടം കൊടുത്തവൻ ആരുണ്ട് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പിശുക്ക് കാണിക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹ് 2.5% പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ ഒതുക്കി നിർത്തുന്ന ആളുകള് നമ്മളെ പിന്നെ ഇപ്പൊ പുതിയൊരു ഇത് വന്നതാണ്. അതായത് സക്കാത്ത് കൊടുക്കുന്നത്, സ്വർണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു ഇത് വരുന്നുണ്ട്. കാരണം സ്വർണത്തിന് വില കൂടി കഴിഞ്ഞപ്പം സക്കാത്ത് കൊടുക്കുന്നതിന് സ്വർണത്തിന് സക്കാത്തില്ല. ഇതുവരെ ഇല്ലാത്തൊരു ഇതൊക്കെ പുതിയത് വരുന്നുണ്ട്. മുമ്പ് സ്വർണത്തിന് സക്കാത്തുണ്ട്, എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സക്കാത്തുണ്ട് എന്നാണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പുതിയൊരു ഇത് വന്നതാണ്, സ്വർണത്തിന് സക്കാത്തില്ല. കാരണം സ്വർണത്തിന് വില കൂടി അത് കൊടുക്കുന്നത് വർത്താവുന്നില്ല എന്നുള്ള ഒരു തോന്നല്. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. സ്വർണം എന്ന് പറയുന്നത് ക്രയവിക്രയം ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ് അല്ലെ. അതിന് വാല്യൂ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിനും അപ്പൊ എന്തുണ്ട്, അതിന് സക്കാത്തുണ്ട്. സ്വർണത്തിന് സക്കാത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. അതുകൊണ്ട് തന്നെ സ്വർണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തു വെച്ചതല്ല. അപ്പൊ അതുകൊണ്ട് അതിന് സക്കാത്തില്ല എന്നാണ് ഇന്ന് പുതിയതായിട്ട് പലരും കണ്ടുപിടിച്ചു വന്നിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലതും. നമുക്ക് കയ്യിൽ വന്ന പൈസ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ. സ്വർണവും അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത് പൈസ ആവും. അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനും സക്കാത്തുണ്ട്. സക്കാത്ത് ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവര് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവസരങ്ങൾക്കനുസരിച്ച് മാറി ചിന്തിക്കുകയാണ്. കാരണം ഇപ്പൊ വില കൂടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ സ്വർണം ത്തിന് ആ വിലക്കനുസരിച്ച് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊക്കെ കോടികൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ അപ്പൊ അവർക്ക് അത് സക്കാത്തില്ല എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു തരട്ടെ. അള്ളാഹ് നമ്മളെ പഠിപ്പിച്ച, റസൂല് പഠിപ്പിച്ച ആ ലെവലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും സക്കാത്തുണ്ട്. ചിലത് മാത്രം മാറ്റി നിർത്താന് അത് വാല്യൂ ഇല്ലാത്തൊരു വസ്തു അല്ലല്ലോ. അത് വാല്യൂ ഉള്ള വസ്തുവാണ് അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് അത്രയും വാല്യൂ ഉണ്ടായി കഴിഞ്ഞും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിയുന്ന രീതിയിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹ് അതിനുള്ള വഴി തുറന്നു തരും. നമ്മൾ കൊടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് തടസ്സങ്ങൾ നേരിടും. പിന്നെ കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള സക്കാത്തിന്റെ അതിൽ നിന്ന് അത് കുറച്ചിട്ട് ബാലൻസ് കൊടുത്താൽ മതി. ഓക്കെ, കടങ്ങൾ ഉണ്ടായിക്കൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട. കടങ്ങൾ അതിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷെ സക്കാത്തിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ, കൊടുക്കാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് അടുത്ത വർഷം അതിന്റെ 10 ഇരട്ടി കൊടുക്കാനുണ്ടാവും. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത്. 10 ഇരട്ടി കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കടം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വർധനവ് തരികയെ തന്നെ ചെയ്യും. അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. കാരണം അള്ളാഹ്ക്ക് അറിയാലോ, അള്ളാഹ്ക്ക് വേണ്ടി കടം കൊടുക്കുകയാണ് നമ്മളെന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും അത് കുറവ് വരുത്തൂല. നമ്മുടെ നെയ്യത്തിലെ തിന്മ കൊണ്ടാണ് നമ്മുടെ
നമുക്ക് ഉള്ള അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. സൂറത്തുൽ ഫത്ഹാണിനുള്ളത്. തീർച്ചയായും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തീർച്ചയായും നിനക്ക് നാം പ്രത്യക്ഷമായ ഒരു വിജയം നൽകിയിരിക്കുന്നു. നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയതും പിന്നീട് ഉണ്ടാകുന്നതും അള്ളാഹു നിനക്ക് പുറത്തു തരുന്നതിന് വേണ്ടിയും അവന്റെ അനുഗ്രഹം നിനക്ക് നിറവേറ്റി തരുന്നതിന് വേണ്ടിയും നിന്നെ നേരായ പാതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാകുന്നു അത്. അന്തസാർന്ന ഒരു സഹായം അള്ളാഹു നിനക്ക് നൽകാൻ വേണ്ടിയും അവനാകുന്ന സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തി ഇറക്കി കൊടുത്തത് അവരുടെ വിശ്വാസത്തോടൊപ്പം കൂടുതൽ വിശ്വാസം ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൈന്യങ്ങൾ. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ സത്യവാസികൾ എന്ന നിലയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അത്രയത്. അവരിൽ നിന്ന് അവരുടെ തിന്മകൾ മായ്ച്ചു കളയുവാൻ വേണ്ടിയും അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു മഹാഭാഗ്യമാകുന്നു. അള്ളാഹുവെ പറ്റി തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്ന കപടവിശ്വാസികളെയും കപടവിശ്വാസിനികളെയും ബഹുദൈവവിശ്വാസിനികളെയും ശിക്ഷിക്കാൻ വേണ്ടിയുമാണത്. അവരുടെ മേൽ തിന്മയുടെ വലയുമുണ്ട്. അള്ളാഹു അവരുടെ നേരെ കോപിക്കുകയും അവരെ ശപിക്കുകയും അവർക്ക് വേണ്ടി നരകം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ചെന്ന് ചേരാനുള്ള ആ സ്ഥലം എത്ര മോശം. അള്ളാഹുവിനുള്ളതാകുന്ന ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൈന്യങ്ങൾ. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. തീർച്ചയായും നിന്നെ നാം ഒരു സാക്ഷിയായി സന്തോഷ വാർത്ത നൽകുന്നവനായും താക്കീതുകാരനായും അയച്ചിരിക്കുന്നു. അള്ളാഹുലും അവന്റെ റസൂലിനെ നിങ്ങൾ വിശ്വസിക്കുവാനും റസൂലിനെ നിങ്ങൾ സഹായിക്കുവാനും ആദരിക്കുവാനും രാവിലെയും വൈകുന്നേരം നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിക്കുവാനും വേണ്ടി. തീർച്ചയായും നിന്നോട് പ്രതിജ്ഞ ചെയ്യുന്നവർ അള്ളാഹുവോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മീതെയുണ്ട്. അതിനാൽ ആരെങ്കിലും അത് ലംഘിക്കുന്ന പക്ഷം ലംഘിക്കുന്നവന്റെ ദോഷഫലം അവന് തന്നെയാകുന്നു. താൻ അള്ളാഹുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട കാര്യം അവനും നിറവേറ്റിയാൽ അവന് മഹത്തായ പ്രതിഫലം അവൻ നൽകുന്നതാണ്. ഗ്രാമീണ അറബികളിൽ നിന്ന് പിന്നോക്കം മാറി നിന്നവർ നിന്നോട് പറഞ്ഞേക്കും, ഞങ്ങളുടെ സ്വത്തുക്കളിലും കുടുംബങ്ങളുടെയും കാര്യം ഞങ്ങളെ നിങ്ങളോടൊപ്പം വരാൻ പറ്റാത്ത വിധം വ്യാപൃതരാക്കി കളഞ്ഞു. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾ പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം. അവരുടെ നാവുകൾ കൊണ്ട് അവർ പറയുന്നത് അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്ത കാര്യമാണ് നീ പറയുക. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് വല്ല ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും അധീനപ്പെടുത്തി തരാൻ ആരുണ്ട്? അല്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അല്ല, റസൂലും സത്യവിശ്വാസികളും ഒരിക്കലും അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്തുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് അലങ്കൃതമായി തോന്നിക്കുകയും ചെയ്തു. ദുർവിചാരമാണ് നിങ്ങൾ വിചാരിച്ചത്. നിങ്ങൾ തുലഞ്ഞ ഒരു ജനവിഭാഗമാകുന്നു. അള്ളാഹുലും അവന്റെ റസൂലിലും വല്ലവനും വിശ്വസിക്കാത്ത പക്ഷം അത്തരം സത്യനിഷേധികൾക്ക് വേണ്ടി നാം ജ്വലിക്കുന്ന നരകാഗ്നി ഒരുക്കി വെച്ചിരിക്കുന്നു. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ ഉള്ളിടത്ത് നിങ്ങൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ ആ പിന്നോക്കം മാറി നിന്നവർ പറയും, ഞങ്ങളെ നിങ്ങൾ തടയാകത്ത് വിട്ടേക്കണം, ഞങ്ങളും നിങ്ങളെ അനുഗമിക്കാം. അള്ളാഹുവിന്റെ വാക്കിന് മാറ്റം വരുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നീ പറയുക, നിങ്ങൾ ഒരിക്കലും അപ്രകാരം അനുഗമിക്കുകയില്ല. അപ്രകാരം ആണ് അള്ളാഹു മുമ്പേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞേക്കുമല്ല, നിങ്ങൾ ഞങ്ങളോട് അസൂയ കാണിക്കുകയാണ് എന്ന്. അങ്ങനെയല്ല, അവർ കാര്യം ഗ്രഹിക്കാതിരിക്കുകയാകുന്നു, അല്പം മാത്രമല്ലാതെ. ഗ്രാമീണ അറബികളിൽ നിന്ന് പിന്നോക്കം മാറി നിന്നവരോട് നീ പറയുക, കനത്ത ആക്രമണശേഷിയുള്ള ഒരു ജനവിഭാഗത്തെ നേരിടാനായി നിങ്ങൾ വഴിയെ വിളിക്കപ്പെടും. അവർ കീഴടങ്ങുന്നവരെ നിങ്ങൾ അവരുമായി യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങൾക്ക് ഉത്തമമായ പ്രതിഫലം നൽകുന്നതാണ്. മുമ്പ് നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞതുപോലെ ഇനിയും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം വേദനയേറെ ശിക്ഷ അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. അന്ധന്റെ മേൽ കുറ്റമില്ല, മുടന്തന്റെ പേരിലും കുറ്റമില്ല, രോഗിയുടെ മേലും കുറ്റമില്ല. വല്ലവനും അള്ളാഹുയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം താഴ്ഭാഗത്ത് കൂടിയ നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. വല്ലവനും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം വേദനയേറെ ശിക്ഷ അവന് നൽകുന്നതാണ്. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ നിന്നോട് പ്രതിജ്ഞ ചെയ്തിരുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അവൻ അറിയുകയും അങ്ങനെ അവർക്ക് അവൻ മനസ്സമാധാനം ഇറക്കി കൊടുക്കുകയും ആസന്നമായ വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു. അവർക്ക് പിടിച്ചെടുക്കാൻ ധാരാളം സമരാർജിത സ്വത്തുക്കളും അവൻ നൽകി. അള്ളാഹു പ്രതാപി യുക്തിമാനുമാകുന്നു. നിങ്ങൾക്ക് പിടിച്ചെടുക്കാവുന്ന ധാരാളം സമരാർജിത സ്വത്തുക്കൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്നാൽ ഇത് ഖൈബറിലെ സമരാർജിത സ്വത്ത് അവർ നിങ്ങൾക്ക് നേരത്തെ തന്നെ തന്നിരിക്കുകയാണ്. ജനങ്ങളുടെ കൈകളെ നിങ്ങളിൽ നിന്ന് അവൻ തടയുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് അതൊരു ദൃഷ്ടാന്തമായിരിക്കുവാനും നേരായ പാതയിലേക്ക് നിങ്ങളെ അവൻ നയിക്കുവാനും വേണ്ടി. ഖൈബറിൽ നടന്ന യുദ്ധം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുക്കള് അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പം ഓടിപ്പോയി. അങ്ങനെ അവരുടെ എല്ലാ സ്വത്തുക്കളും സമരാർജിത സ്വത്തുക്കൾ എന്ന് പറഞ്ഞാല് അവരുടെ കയ്യിലുണ്ടായിരുന്ന അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്നാണ്. നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മറ്റു നേട്ടങ്ങളും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു അവർ വലയം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ആ സത്യനിഷേധികൾ നിങ്ങളോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ തന്നെ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. പിന്നീട് ഒരു സംരക്ഷകനോ സഹായിയോ അവൻ കണ്ടെത്തുകയില്ല. മുമ്പ്
മുമ്പ് മുതലേ കഴിഞ്ഞു പോന്നിട്ടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമമാകുന്നു അത്. അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ യാതൊരു ഭേദഗതിയും നീ കണ്ടെത്തുകയില്ല. അവർക്ക് ശത്രുക്കൾക്കെതിരിൽ നിങ്ങൾക്ക് വിജയം നൽകിയതിനു ശേഷം അവനാകുന്ന മക്കയുടെ ഉള്ളിൽ വെച്ച് അവരുടെ കൈകൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകൾ അവരിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. സത്യത്തെ നിഷേധിക്കുകയും പവിത്രമായ മസ്ജിദിൽ നിന്ന് നിങ്ങളെ തടയുകയും ബലിമൃഗങ്ങളെ അവയുടെ നിശ്ചിത സ്ഥാനത്തെത്താൻ അനുവദിക്കാത്തതിലെ തടഞ്ഞു നിർത്തുകയും ചെയ്തവനാകുന്നു അവർ. നിങ്ങൾ അറിഞ്ഞുകൂടാത്ത സത്യവിശ്വാസികളായ ചില പുരുഷന്മാരെയും സത്യവിശ്വാസികളായ ചില സ്ത്രീകളെയും നിങ്ങൾ ചവിട്ടിത്തേക്കുകയും എന്നിട്ട് നിങ്ങൾ അറിയാതെ തന്നെ അവർ നിമിത്തം നിങ്ങൾക്ക് പാപം വന്നു ഭവിക്കാൻ ഇടയാവുകയും ചെയ്യില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇരുഭാഗത്തെയും യുദ്ധത്തിൽ നിന്ന് തടയുമായിരുന്നില്ല. അള്ളാഹു തന്റെ കാരുണ്യത്തിൽ താൻ ഉദ്ദേശിക്കുന്നവരെ ഉൾപ്പെടുത്തേണ്ടതായിട്ടാകുന്നു അത്. അവർ മക്കയിലെ സത്യവിശ്വാസികളും സത്യനിഷേധികളും വേറിട്ടായിരുന്നു താമസിച്ചിരുന്നുവെങ്കിൽ അവരിലെ സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷ നാം നൽകുക തന്നെ ചെയ്യുമായിരുന്നു. അന്ന് ഹുദൈബിയ സന്ധിക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുറത്ത് നിർത്തി അവരെ അങ്ങനെ ചെയ്തതിന്റെ കാരണം എന്താണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം മക്കയില് ഒരുപാട് സത്യവിശ്വാസികളുണ്ട്. പക്ഷെ അവര് ആരൊക്കെയാണ് തിരിച്ചറിയാത്ത വിധം അവര് ഇടകലർന്നിട്ടായിരുന്നു നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ യുദ്ധം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സത്യവിശ്വാസികളായ ആളുകളൊക്കെ ചിലപ്പം പിന്നെ സത്യവിശ്വാസികൾ തന്നെ ഉപദ്രവിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അവർ സത്യനിഷേധികൾ വേറെയും സത്യവിശ്വാസികൾ വേറെയും വേറെ ആയിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇത് തടയുമായിരുന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. സത്യനിഷേധികൾ തങ്ങളുടെ ഹൃദയങ്ങളിൽ ദുരഭിമാനം അജ്ഞാന യുഗത്തിലെ ദുരഭിമാനം വെച്ചു പുലർത്തുന്ന സന്ദർഭം അപ്പോൾ അല്ലാഹു അവന്റെ റസൂലിന്റെ മേലും സത്യവിശ്വാസികളുടെ മേലും അവന്റെ പക്കൽ നിന്നുള്ള മനസ്സമാധാനം ഇറക്കിക്കൊടുത്തു. സൂക്ഷ്മത പാലിക്കാനുള്ള കൽപ്പന സ്വീകരിക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്തു. സ്വീകരിക്കാൻ കൂടുതൽ അർഹതയുള്ളവരും അതിന് അവകാശപ്പെട്ടവരുമായിരുന്നു അവർ. അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനായിരിക്കുന്നു. അള്ളാഹു അവന്റെ ദൂതന് സ്വപ്നം സത്യപ്രകാരം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം സമാധാന ചിത്തരായിക്കൊണ്ട് തലമുണ്ടനം ചെയ്തവരും മുടിവെട്ടിയവരുമായിക്കൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടാതെ പവിത്രമായ ദേവാലയത്തിൽ പ്രവേശിക്കുക എന്ന് ചെയ്യുന്നതായി എന്ന സ്വപ്നം. എന്നാൽ നിങ്ങൾ അറിയാത്തത് അവൻ അറിഞ്ഞിട്ടുണ്ട്. അതിനാൽ അതിന് പുറമെ സമീപസ്ഥമായ ഒരു വിജയം അവനുണ്ടാക്കി തന്നു. സന്മാർഗവും സത്യമതവുമായി തന്റെ റസൂലിനെ നിയോഗിച്ചത് അവനാകുന്നു. അതിനെ എല്ലാ മതത്തിനും മീതെ തെളിയിച്ചു കാണിക്കുവാൻ വേണ്ടി സാക്ഷിയായിട്ട് അള്ളാഹു തന്നെ മതി. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു. ഒപ്പമുള്ളവർ സത്യനിഷേധികളുടെ നേരെ കർശനമായി വർത്തിക്കുന്നവരാകുന്നു. അവർ അന്യോന്യം ദയാലുക്കളുമാകുന്നു. അള്ളാഹുൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് അവർ കുമ്പിട്ടും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നതായി നിനക്ക് കാണാം. സുജൂദിന്റെ ഫലമായി അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട്. അതാണ് തൗറാത്തിൽ അവരെ പറ്റിയുള്ള ഉപമ. ഇഞ്ചീലിൽ അവരെ പറ്റിയുള്ള ഉപമ ഇങ്ങനെയാകുന്നു. ഒരു വിള അതിന്റെ കൂമ്പ് പുറത്ത് കാണിച്ചു, എന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്തി, എന്നിട്ട് അത് കരുത്താർജിച്ചു. അങ്ങനെ അത് കർഷകർക്ക് കൗതുകം തോന്നിച്ചുകൊണ്ട് അതിന്റെ കാണ്ഡത്തിന്മേൽ നിവർന്നു നിന്നു. സത്യവിശ്വാസികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് അവർ മൂലം സത്യനിഷേധികളെ അരിശം പിടിപ്പിക്കാൻ വേണ്ടിയാകുന്നു. അവരിൽ നിന്ന് വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പടിപടിയായിട്ടാണ് ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ്. ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടല്ല അവര് ഉയർന്നു വരിക. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരും. സത്യനിഷേധികൾക്ക് അരിശം കൊള്ളാനും അവർക്ക് അവരുടെ വിരലുകൾ കടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് സൂറത്തുൽ ഫുജറാത്ത് ആണ്. 18 ആയത്തുകളാണ്. ഇത് കൂടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് നിർത്താട്ടോ. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുമ്പിൽ യാതൊന്നും മുൻകടന്ന് പ്രവർത്തിക്കരുത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ നിങ്ങൾ ഉയർത്തരുത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടുകയും ചെയ്യരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും തങ്ങളുടെ ശബ്ദം അള്ളാഹുന്റെ റസൂലിന്റെ നേരത്തെ താഴ്ത്തുന്നവരാരോ അവരുടെ ഹൃദയങ്ങളെയാകുന്നു അള്ളാഹു ധർമ്മനിഷ്ഠക്കായി പരീക്ഷിച്ചെടുത്തിട്ടുള്ളത്. അവർക്കാകുന്ന പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉള്ളത്. നീ താമസിക്കുന്ന അറകൾക്ക് പുറത്ത് നിന്ന് നിന്നെ വിളിക്കുന്നവരാരോ അവരിൽ അധിക പേരും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. നീ അവരുടെ അടുത്തേക്ക്
പുറപ്പെട്ട് ചെല്ലുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് കൂടുതൽ നല്ലത്. അള്ളാഹു ഏറെ പൊറുക്കുന്നതിനും കരുണാനിധിയുമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോടൊപ്പം പിന്നെ ഇരിക്കുമ്പം പുറത്തുനിന്ന് സഹാബികൾ വിളിക്കുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തടഞ്ഞത്. ഓക്കെ, സത്യവിശ്വാസികളെ, ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അറിയാതെ എന്തെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്ത് വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി. ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കഥകൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാതെ പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും പ്രവർത്തിക്കരുത് എന്നാണ്. അള്ളാഹുവിന്റെ റസൂലാണ് നിങ്ങൾക്കിടയിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പല കാര്യങ്ങളിലും അദ്ദേഹം നിങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ വിഷമിച്ചു പോകുമായിരുന്നു. എങ്കിലും അള്ളാഹു നിങ്ങൾക്ക് സത്യവിശ്വാസത്തെ ഭയങ്കരമാക്കി തീർക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് അലങ്കൃതമായി തോന്നിക്കുകയും ചെയ്തിരിക്കുന്നു. അവിശ്വാസവും അധർമ്മവും അനുസരണക്കേടും നിങ്ങൾക്ക് അവൻ അനിഷ്ടകരമാക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ളവരാകുന്നു നേർമാർഗം സ്വീകരിച്ചവർ. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യം അനുഗ്രഹമാകുന്നത്. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. എന്നിട്ട് രണ്ടിലൊരു വിഭാഗം മറുവിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങി എഴുന്നത് വരെ നിങ്ങൾ സമരം നടത്തണം. അങ്ങനെ ആ വിഭാഗം മടങ്ങി വരികയാണെങ്കിൽ നീതിപൂർവ്വം രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പൊക്കെ ഉണ്ടാക്കുകയും നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത്. ഇവർ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റവരേക്കാൾ നല്ലവരായേക്കാം. നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയരുത്. നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്ത. വല്ലവരും പശ്ചാത്താപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ. സത്യവിശ്വാസികളെ, ഊഹത്തിൽ നിന്ന് മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും ചെയ്യരുത്. നിങ്ങളിൽ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഹേ മനുഷ്യരെ, തീർച്ചയായും നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാകുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഗ്രാമീണ അറബികൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, എന്നാൽ ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവെയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ നിന്ന് യാതൊന്നും അവൻ കുറവ് വരുത്തുന്നതല്ല. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും നിങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. അവർ തന്നെയാകുന്നു സത്യവാന്മാർ. നീ പറയുക, നിങ്ങളുടെ മതത്തെപ്പറ്റി നിങ്ങൾ അള്ളാഹുവെ പഠിപ്പിക്കുകയാണോ? അള്ളാഹു ആകട്ടെ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അറിയുന്നു. അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാകുന്നു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് അവർ നിന്നോട് കാണിച്ച് ദാക്ഷിണ്യമായി അവർ എടുത്തു പറയുന്നു. നീ പറയുക, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് എന്നോട് കാണിച്ച് ദാക്ഷിണ്യമായി എടുത്തു പറയത് പ്രത്യുത വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകി എന്നത് അള്ളാഹു നിങ്ങളോട് ദാക്ഷിണ്യം കാണിക്കുന്നതാകുന്നു. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കുക. തീർച്ചയായും അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യകാര്യം അറിയുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനുമാകുന്നു അള്ളാഹു. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് നിങ്ങൾ തിരിച്ചു പോയിട്ട് പഠിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി 50-ാമത്തെ സൂറത്ത് മുതലാണ് ഇനി എടുക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഗീറ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബതൻ ഇന്നക സമീഉ ദുആ. യാ ഗനി അല്ലാഹു ഗനി ബിഫദ്ലിക മൻ സിവാക റബ്ബി അൻസിൽ മൻസില മുബാറകൻ അൻത ഖൈറുൽ മുൻസിലീൻ. اللهم سر ولا تسرت من بالخير ربي إني لما أنزلت من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى.
اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. سبحان الله، الحمد لله، لا إله إلا الله، الله أكبر، ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني، آمين يا رب العالمين. الله الله ربي لا أشرك بشيء، الله الله ربي لا أشرك بشيء، الله الله ربي لا أشرك بشيء. لا إله إلا الله العليم العليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات رب الأرض رب العرش الكريم. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും പരിപൂർണമായി പൂർത്തീകരിച്ചു തരണമേ. ഇഹ്ലോകത്തും പരലോകത്തും വിജയം വെച്ച് നിന്റെ ഉത്തമരാടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഈ മജ്ലിസിന് അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. അള്ളാഹുവെ, ഇതിൽ ഹാജരായവർക്ക് ഹാജരല്ലാത്തവർക്ക് അള്ളാഹുവെ നീ പുറത്തുമാപ്പ് നൽകണമേ. റഹ്മറാഹിമിനെ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഇതിനുത്തമമായ അള്ളാഹു അമലായി നീ സ്വീകരിക്കണമേ. സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിലെ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള സബബാക്കി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണമേ. اللهم إنك عفو تحب العفو فاعف عني، اللهم إنك عفو تحب العفو فاعف عني، اللهم إنك عفو تحب العفو فاعف عنا. റബ്ബി റബ്ബി റഹ്മ കമാ റബ്ബയാനി സഖീറ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. അവരല്ലാഹുവേ സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹുവേ നീ പ്രവേശിപ്പിക്കുകയും അല്ലാഹുവേ അവരോടുള്ള എല്ലാ കടമകളും അല്ലാഹുവേ പൂർത്തിയാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, അവരെ ലോകത്ത് പരലോകത്ത് നീ ഉയർത്തണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അവരോട് ഞങ്ങൾ ചെയ്യാനുള്ള കടമകളിൽ അല്ലാഹുവേ വീഴ്ച വരുത്തിയതിന് ഞങ്ങളെ പിടിച്ച് അല്ലാഹുവേ നീ ശിക്ഷിക്കരുത്. അല്ലാഹുവേ, അവര് യുക്തമായ രീതിയിൽ അവരെ മാന്യമായ രീതിയിൽ അല്ലാഹുവേ അവരെ നോക്കാനും അവരോട് കാരുണ്യം കാണിക്കാനും ഞങ്ങൾക്ക് നീ ഇനി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നീ ഞങ്ങളെ ശിക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അല്ലാഹുവേ, മാതാപിതാക്കളെ കൊണ്ട് ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ അല്ലാഹുവേ ഞങ്ങൾ നിന്നിലേക്ക് അഭയം തേടുന്നു. ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, നിന്നോട് ഞങ്ങളുടെ മാതാപിതാക്കളോടും അല്ലാഹുവേ നന്ദി ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങൾ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. അല്ലാഹുവേ, അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അവരെ ലോകത്തും പരലോകത്തും നീ ഉത്തമരാക്കുകയും ഉന്നതമാക്കി സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ അവരുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും സ്വർഗത്തിന്റെ പരിമളം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റഹ്മൻ അല്ലാഹുവേ, പരലോകത്ത് അല്ലാഹുവേ വിചാരണ നാളിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും അല്ലാഹുവേ എല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, നിന്നിലേക്ക് മടങ്ങാത്തവർക്ക് അവരുടെ ഹൃദയങ്ങളെ അല്ലാഹുവേ നീ നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരിലെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കുകയും അല്ലാഹുവേ നിന്നിൽ നിന്നുള്ള പ്രകാശത്തെ അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു വിജയം വരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഞങ്ങൾക്ക് അല്ലാഹുവേ നീ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആഫിലീങ്ങളും ഖുർആന്റെ ഹരികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളെ സഹോദരങ്ങൾക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അടുത്ത റമദാനാവുന്നതിന് മുമ്പ് അല്ലാഹുവേ അവർക്ക് സ്വാലിഹീങ്ങളായ സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുകളെ കുളിർമയാക്കണമേ. അവരുടെ മനസ്സുകളെ അല്ലാഹുവേ സമാധാനത്തിലാക്കണമേ. അല്ലാഹുവേ, ഭവനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അടുത്ത റമദാനിന് മുമ്പ് അല്ലാഹുവേ ഉത്തമമായ മാന്യമായ ഭവനങ്ങളെ നൽകി അല്ലാഹുവേ വിശാലമായ ഭവനങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാൻ അല്ലാഹുവേ, അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ എല്ലാ അസുഖങ്ങളും അല്ലാഹുവേ പരിപൂർണമായി നീ ശിഫയാക്കി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, എല്ലാ മല പോലെ വരുന്ന ആപത്തുകളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഞ്ഞു പോലെ ആക്കി തരണമേ. അല്ലാഹു കുടുംബ ബന്ധങ്ങളിൽ വിളിച്ചുകൾ വന്നവർ പ്രയാസങ്ങൾ വന്നവർക്ക് അല്ലാഹുവേ അവരുടെ ഹൃദയങ്ങളെ നീ ഒരുമിപ്പിക്കുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ സന്തോഷത്തിലും സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹു ഇണകളിൽ നിന്നുള്ള സന്തോഷം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ, ഇണകളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനമേകണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ, മാറാരോഗങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെയും അവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും കാത്തുരക്ഷിക്കണമേ. യാ റഹ്മാൻ റഹീം അല്ലാഹുവേ, ഈ മജ്‌ലിസിനെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. ഇതിലെ സഹോദരിമാർക്ക് അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം പ്രയാസത്തിൽ അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീക്കി അവരുടെ
ഹൃദയങ്ങളെ അല്ലാഹുവേ സമാധാനത്തിലാക്കണമേ. സലീമായ ഹൃദയത്തെ നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين يا رب العالمين. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.